അല്ല ബാല, നീ ഇപ്പോഴും ടാക്സിയിൽ തന്നെയാ? നിനക്കിനി ഒരു മാറ്റമൊന്നും വന്നില്ലേ? നമുക്കെന്ത് മാറ്റം, ഇങ്ങനെ ജീവിച്ചു പോന്നു. എത്ര മാറ്റം വന്നാലും ഡ്രൈവർ മൂത്ത പൈലറ്റ് ഒന്നും ആവില്ലല്ലോ. അല്ല, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് സമയത്രയായി? നീ എന്താ പുറത്തിറങ്ങാൻ വൈകിയത്? എന്റെ കയ്യിൽ ഉപയോഗിച്ച കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങളുണ്ട്. അത് കണ്ടപ്പോ ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥന് റിയാല് വേണം. ഒറ്റ പൈസ തരില്ല എന്ന് ഞാൻ. എന്നാ പിന്നെ ഡ്യൂട്ടി അടച്ചേ പറ്റൂന്ന് കസ്റ്റംസുകാരൻ. ആയിക്കോട്ടെ എന്ന് ഞാനും 8000 രൂപ അടച്ചു. എന്തിന്? 1000-2000 കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ആർക്ക്? ആ കള്ളനോ? അതിനേക്കാളും നല്ലത് സർക്കാരിന് 8000 കൊടുക്കുന്നതാ. സർക്കാർ ആരാ? കള്ളന്മാരെ യൂണിയനാ ആയിരിക്കാം. എന്ന് വെച്ച് ചെറിയൊരു ലാഭത്തിന് വേണ്ടി ഹറാമിന് കൂട്ടു നിൽക്കണം. അല്ല, നമ്മൾ എങ്ങോട്ടാ? നിന്റെ വീട്ടിലേക്കോ ഭാര്യ വീട്ടിലേക്കോ? ഭാര്യ വീട്ടിലേക്ക്. തലശ്ശേരിക്കാരനായി പോയില്ലേ? നീ എന്തോ ഒരുമാതിരി മലപ്പുറത്തേറെ പോലെ സംസാരിക്കുന്നത്. അതല്ലടാ, 2-3 വർഷം ഉറ്റവരെയും ഉടയവരെയും വിട്ട് അന്യനാട്ടിൽ ജീവിച്ച് തിരിച്ചു വരുമ്പോഴും സ്വന്തം മാതാപിതാക്കളെ ഒന്ന് കാണാൻ പോലും കയറാതെ അമ്മോശന്റെയും അമ്മായിയുടെയും അടുത്തേക്ക്. അല്ല, നീ എന്റെ ഉപ്പാനെ കാണാറുണ്ടോ? വല്ലപ്പോഴും. പുള്ളി ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ അല്ലേ? കൃത്യമായ ടൈം ടേബിളിലൂടെ സുഖമായി മുന്നോട്ട് പോകുന്നു. കുറച്ചു നേരം ഞാൻ നമ്മുടെ മണ്ണിന്റെ ഭംഗിയൊന്ന് ആസ്വദിക്കട്ടെ. മനസ്സിന് കുളിർമയേകുന്ന പ്രകൃതി. സത്യത്തിൽ എന്ത് രസമാണ് ഈ പുഴയും കുന്നും മലകളും പച്ചച്ചു നിൽക്കുന്ന മരങ്ങളും. നീ ഉറങ്ങിയോ? ഞാനേ ഈ പ്രകൃതിയുടെ കാറ്റേറ്റ് ഒന്ന് മയങ്ങിപ്പോയി. കളിയാക്കണ്ട. കുറച്ചു കാലം ഇവിടുന്ന് ഒന്ന് വിട്ടു നിൽക്കണം. അപ്പോഴേ ഈ പ്രകൃതിയുടെ ഭംഗി അറിയൂ.
എവിടെത്തി? റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനോ? ആ, ഭക്ഷണം കഴിക്കണ്ടേ? എന്റെ ബാല, ഈ കോഴിക്കോട്ടങ്ങാടി എത്ര നല്ല ഹോട്ടലുകളുണ്ട്. നമ്മളിത് ഫ്രഷ് ഗൾഫുകാരന്റെ കൂടെ അല്ലേ വരുന്നത്. മലബാർ ഗേറ്റിലേക്കോ താജിലേക്കോ വിട്. എനിക്ക് തട്ടുകടയിലെ കപ്പയും ബീഫും കഴിക്കാനാ ഇഷ്ടം. പക്ഷേ അതിപ്പോ ബിസിനസ്സുകാരൻ മുതലാളിക്കും 5 സ്റ്റാർ ഹോട്ടലുകൾ മാത്രം കയറി ഇറങ്ങുന്ന ബാല മുതലാളിക്കും പറ്റുമോന്നറിയില്ല. എന്നാ ബാല, നീ വണ്ടി കല്യാണ മണ്ഡലത്തിലേക്ക് വിട്. ഫുഡ് റെഡി ആണെങ്കിൽ നമുക്ക് അവിടെ കയറി കഴിക്കാം. എനിക്ക് എതിർപ്പൊന്നുമില്ല. ഞങ്ങൾ ഡ്രൈവർമാർക്ക് ഇതൊന്നൊരു പുതുമയല്ല. ഗൾഫുകാരൻ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് പോവായിരുന്നു. ഗൾഫുകാരന്റെ അത്രമണമൊക്കെ ഇവിടെ വരുമ്പോഴേ ഉള്ളൂ ബാല. നാട്ടിൽ വന്ന് വിൽസ് വലിക്കാൻ വർഷം മുഴുവൻ ബീഡി വലിക്കുന്നവരാ ഞങ്ങൾ. നാട്ടിലെത്തിയാൽ റമദാൻ മുഴുവൻ കൂട്ടുകാരെയും നാട്ടുകാരെയും സൽക്കരിക്കുന്ന പലർക്കും ഗൾഫിലെത്തിയാൽ നോമ്പുകാലം മുഴുവൻ പള്ളിയിലാ ഭക്ഷണം. നീ ഏതായാലും വണ്ടി വിട്. ഭക്ഷണം നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിക്കാം, പോരെ? ഓ മതി. അതുപോട്ടെ, നീ എന്റെ അമ്മോശനെ പറ്റിയൊന്നും പറഞ്ഞില്ല. പേടിക്കാനൊന്നുമില്ല. പുള്ളിയെ മെനിഞ്ഞാന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തു. മൂപ്പർക്ക് മുമ്പൊരു അറ്റാക്ക് ഉണ്ടായതാണല്ലോ. പിന്നെന്താ, ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നപ്പോ കുട്ടപ്പനായി. അയാളൊരു പാവാടാ. കുറച്ച് കിബറും ബടായി ഉണ്ടെന്നേ ഉള്ളൂ. അത് പിന്നെ എല്ലാ ഗൾഫുകാർക്കും ഉണ്ടല്ലോ. മൂപ്പരൊരു 10-30 കൊല്ലം ഗൾഫിൽ നിന്നല്ലേടാ. നിനക്ക് ഓർമ്മയുണ്ടോ, കല്യാണത്തിന് മുമ്പ് എന്നെ കാണാൻ പുള്ളിക്കാരൻ നിന്റെ കടയിൽ വന്നത്? തൂവെള്ള പൈജാമയും ജുബയും മൈലാഞ്ചി ഇട്ട താടിയും പിന്നെ തുക്കിടി സാഹിബിന്റെ ഒരു കൂളിംഗ് ഗ്ലാസും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. അദ്രമാൻക, എന്താ ഈ വഴിക്കൊക്കെ? ഇവിടേക്ക് തന്നെ. ഞങ്ങള് ഗൾഫുകാർ റിട്ടയർ ചെയ്താ പിന്നെ പള്ളി വീട്, വീട് പള്ളി, അല്ലാതെ എവിടേക്ക് പോകാൻ? അല്ല ചങ്ങാതി ജലാല്. ഇത് തന്നെ ജലാൽ. ഞാൻ അബ്ദുറഹ്മാൻ. ആ, പഴയങ്ങാടി മാർക്കറ്റിന്റെ അടുത്താണ് വീട്. എനിക്കറിയാം. ഞാൻ മോന്റെ ഉപ്പാനെ കണ്ടിരുന്നു. ആ, ഉപ്പ പറഞ്ഞു മോനെ നേരിട്ട് കാണാൻ. എനിക്ക് 2 പെൺകുട്ടികളാ. മൂത്ത മകള് കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം ദുബായിലാ. രണ്ടാമത്തെ സുമയ്യ ഇവിടെ BSc കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കുന്നു. എന്റെ അദ്രമാൻക, എല്ലാ കാര്യത്തിലും ചില നാട്ടുനടപ്പും രീതികളൊക്കെ ഇല്ലേ? ഇതൊക്കെ ഇങ്ങനെ നേരിട്ട് ചോദിക്കേണ്ട കാര്യമാണോ? വല്ല ബ്രോക്കർമാരെയോ കാരണന്മാരെയൊക്കെ ഏർപ്പാടാക്കണ്ടേ? അതിന് നീയുണ്ടല്ലോ. എങ്ങനെയാണ് അതിന്റെ രീതി എന്ന് വെച്ചാൽ അതുപോലെ നീ അങ്ങോട്ട് പറഞ്ഞാ മതി. അത് ശരി, അപ്പൊ ഞാൻ ബ്രോക്കറായോ? അല്ലാന്ന് കാരണവര് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അത് പോട്ടെ, 2 പേരും കൂടി ഒരു ദിവസം വീട്ടിലേക്ക് വാ, മോളെ കാണും ചെയ്യാ. വരട്ടെ മിനി. ശരി. നീ എന്താ ഒന്നും പറയാത്തത്? എന്റെ കെട്ടിയോട് സമ്മതിക്കും തോന്നുന്നില്ല. ഇനി അവളെ കൊണ്ട് ഒരുവിധം സമ്മതിപ്പിച്ചാ തന്നെ 2 എണ്ണത്തിന് പോറ്റാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല മോനെ. ഓ തമാശ. നീ കാര്യം പറ. എന്ത് പറയാൻ? കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. നല്ല കൂളുകാരാ. കിട്ടിയ ഭാഗ്യം തള്ളിക്കളയണ്ട. ഏതായാലും ഒരു ദിവസം ചെന്ന് പെണ്ണ് കാണാം. ഒന്നും തീരുമാനിക്കുന്നതിന് മുമ്പ് എങ്ങനെ പെണ്ണ് കാണാനാ? എന്നിട്ട് വല്ല കാരണത്താലും കല്യാണം നടക്കാതിരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴും, കടല് കത്തും, സാവാ തടാകം വറ്റി വരളും. എടാ, പെണ്ണ് കാണാന്ന് പറഞ്ഞാൽ നിന്റെ മാത്രം കാര്യമല്ല, പെണ്ണിന് നിന്നെ പറ്റിയൊന്നും അറിയണ്ടേ? ഓ, അപ്പൊ അതുണ്ടോ? പിന്നെ പഴയ കാലമൊന്നുമല്ലപ്പോ. ഏതായാലും ആദ്യം പോയി പെണ്ണിനെ കാണേ. അവര് വലിയ തറവാട്ടുകാരാ. അതേ എനിക്കറിയൂ. വലിയ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും അറിയും. എടാ, വലിയ കോപ്പുകാരാ. അതെ, ഇവിടുത്തെ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഒക്കെ അദ്രമാനിക്കാൻ്റെ. എന്റെ ഉമ്മ പണവും പ്രതാപവും അല്ല വലുത്, പഠിപ്പും അച്ചടക്കുക. പോടാ അവിടുന്ന്. ജലാലേ, നീ അങ്ങോട്ട് ഉറപ്പിച്ചോ. അവിടെ 2 മക്കളുള്ളൂന്ന അപ്പുറത്തെ അറിയാത്ത പറഞ്ഞേ. എന്ന് വെച്ചാ സ്വത്തിന്റെ നേർപകുതി അല്ലേ ഉമ്മ? പണ്ടെന്റെ ഉപ്പ എങ്ങനെ കണക്കൂട്ടിയിരുന്നെങ്കിലേ ഇന്ന് എന്റെ ഉമ്മ ഇങ്ങനെ പറയില്ലായിരുന്നു അല്ലേ പാപ്പ? ഉണ്ടായിരിക്കടാ ഒരു കാരണം. ഒരു ഇതാ പറഞ്ഞത്, ഉള്ളത് പറഞ്ഞ ഉമ്മാക്കും പിടിക്കില്ല. തറവാട് നോക്കി കെട്ടണം തന്നെയാ റസൂല് പറഞ്ഞത്. അത് റസൂല് പറഞ്ഞതല്ല പെങ്ങളെ, ആരോ പറഞ്ഞ് റസൂലിന്റെ പേരിലാക്കിയതാ. അവനവന്റെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും റസൂല് പറഞ്ഞതായിട്ട് പറഞ്ഞാൽ അതിനൊരു ആധികാരികത കിട്ടുമല്ലോ. ഇതുപോലെ റസൂല് പറയാത്ത പല കാര്യങ്ങളും പിൽക്കാലത്ത് ഹദീസാണെന്ന് പ്രചരിച്ചിട്ടുണ്ട്. ആ, ഇനിയിപ്പൊ ഹദീസിന്റെ മേലിൽ കയറണ്ട. ആ, പറഞ്ഞു കാട് കയറണ്ട. പറഞ്ഞു വരുന്നത് അബ്ദുറഹ്മാന്റെ കുട്ടികളുടെ കാര്യല്ലേ. കുറെ കുട്ടികൾ വേണമെന്ന എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ വീടൊരു ഖബർസ്ഥാനം പോലെയാവും. നമ്മുടെ ആയിഷാബിന്റെ കാര്യം തന്നെ നോക്ക്. 11 മക്കളെ പെറ്റു.
എന്നിട്ടെന്താ, ആ വലിയ വീട്ടില് അവളും പുതിയാപ്പിളയും മാത്രം. ഒരു പൂച്ചയും. ആ, ഒരു പൂച്ചയും എന്ന് കരുതി 2 കുട്ടികൾ മാത്രമായത് ഒരു പോരായ്മയായി ഞാൻ കരുതുന്നില്ല. ഏതായാലും ആദ്യം പോയി പെണ്ണ് കാണാം, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. ആ, എന്നാൽ എല്ലാവരും പോയിട്ട് ഉറങ്ങിക്കോളി. അല്ലെങ്കിൽ സുബൈക്ക് നിസ്കരിക്കാൻ വിളിക്കുമ്പോ പലർക്കും ഈ പറഞ്ഞ ഇസ്ലാമും പ്രസംഗവും ഒന്നും കാണില്ല. എന്റെ മകൾ സുമയ്യ എന്നവളെ എന്റെ മകൾ സുമയ്യ എന്നവളെ ഈ സ്വർണ്ണാഭരണ മഹറിന് ഈ പകരമായി സ്വർണ്ണാഭരണ മെഹറിന് പകരമായി നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു ഹലാലായി ഇണയാക്കി തന്നു. ഹലാലായി നിങ്ങളുടെ മകൾ സുമയ്യ എന്നവളെ നിങ്ങളുടെ മകൾ സുമയ്യ എന്നവളെ ഈ സ്വർണ്ണാഭരണ മഹറിന് പകരമായി സ്വർണ്ണാഭരണ മഹറിന് പകരമായി നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്നതിനെ ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്നതിന് ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. എന്താ കാര്യം? അതെ, നിന്റെ ഉപ്പാന്റെ പെങ്ങന്മാർ മക്കളില്ലേ, അവർക്ക് നിന്നെയും സുമയും കൂടി എടുത്തി പാട്ട് പാടണമെന്ന്. ഓ, പാടുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ആര നബിയുടെയും ഹവ്വാ ബിയുടെയും പാട്ടിന് പകരം പുതിയ ഏതെങ്കിലും പാട്ട് പാടാൻ പറ. ഇന്നല്ലോ കൽബും കൽബും കഥ പറയുന്നൊരു രാവ്, ഇന്നല്ലോ കരളും കരളും തുടി തുടി തുടിക്കുന്ന രാവ്, ഇന്നല്ലോ കൽബും കൽബും കഥ പറയുന്നൊരു രാവ്, ഇന്നല്ലോ കരളും കരളും തുടി തുടി തുടിക്കുന്ന രാവ്, ഇന്നല്ലോ കണ്ണും കരളും ഉറങ്ങാത്ത രാവ്, ഇവരുടെ കിനാവ് പുലരണ സുന്ദര മധുരിത രാവ്, ഇന്നല്ലോ ഇന്നല്ലോ കൽബും കൽബും കഥ പറയുന്നൊരു രാവ്, ഇന്നല്ലോ കരളും കരളും തുടി തുടി തുടിക്കുന്ന രാവ്.
നീ എന്താ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത്? ഞാൻ എന്റെ കല്യാണ ദിനങ്ങൾ ഓർക്കുകയായിരുന്നു. അത് ശരി, നല്ല നേരത്താ ബാലൻ ടി വി ഓഫാക്കിയത്. നീ ഇറങ്ങ, നമുക്കെന്നേ കഴിക്കാം. കല്യാണ ദിനത്തെ കുറിച്ച് നിനക്ക് ഓർക്കാൻ എന്താ? ആദ്യ രാത്രി 9 മണിക്ക് ഉറങ്ങിയവനല്ലേ നീ? പിന്നെ ഉറങ്ങാതെ? നിന്നെ പോലെ കച്ചവടക്കാരനാ ഞാൻ? എനിക്ക് 8 മണിക്ക് ജോലിക്ക് പോവേണ്ടതാ. അല്ലെങ്കിലും ഈ വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് ആദ്യ രാത്രി ഉറങ്ങാതിരിക്കലും ഒരാഴ്ച കഴിയുന്നതിന് മുമ്പേ ഹണിമൂൺ പോകലൊന്നും അല്ല. അല്ല, ജീവിതകാലം മുഴുവൻ ഉറങ്ങ. സായിപ്പന്മാരെ പോലെ വയസ്സാം കാലത്ത് ആരും ശ്രദ്ധിക്കാനില്ലാത്ത സമയത്ത് ഉലകം ചുറ്റ. എടാ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. സമയം തെറ്റി ചെയ്യാൻ പറ്റൂല. അങ്ങനെ ചെയ്താൽ വീട്ടുകാരും നാട്ടുകാരും പരിഹസിക്കും. നമ്മളൊന്നും ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ലടോ, മറ്റുള്ളവർക്ക് വേണ്ടിയാ. കഴിക്കാൻ എന്താ സാർ? എനിക്കൊരു സുലൈമാനി മാത്രം മതി. ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചത് ഇപ്പോഴും വയറ്റിലുണ്ടേ. അപ്പോ വിമാനം എന്ന ഈ വലിയ സാധനത്തിൽ കളയാനുള്ള സൗകര്യമൊന്നുമില്ലേ? അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷെ വൃത്തിയാക്കാനുള്ള സൗകര്യം കുറവാണ്. വെള്ളം കുറച്ചേ കാണൂ. ബാലെന്താ മട്ടൻ ബിരിയാണി? അപ്പോ ഒരു മട്ടൻ ബിരിയാണി, ഒരു വെജ് ബിരിയാണി, ഒരു ബ്ലാക്ക് ടീ. ഓ ഓക്കെ സാർ. ബാലം മട്ടൻ കഴിക്കുവോ? പിന്നെ നീ എന്ത് നമ്പൂരിയാ? ഇവൻ വീട്ടിൽ വെജ്, ഹോട്ടലിൽ പോയാൽ നോൺ വെജ്. നമ്മൾ വീട്ടിൽ നോൺ വെജ്, ഹോട്ടലിൽ പോയാൽ വെജ്. ഹോട്ടലിൽ നിന്ന് മാത്രം നോൺ വെജ് ആക്കുന്നത് എന്തിനാ? അതെ, നമുക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ ഹലാലും ഹറാമും ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോ സെക്സ്, വിവാഹത്തോടെയുള്ള സെക്സ് ഹലാലാണ്. അതേസമയം വിവാഹത്തിന് മുൻപ് ഡേറ്റിംഗ് എന്നോ ഗേൾ ഫ്രണ്ട് എന്നോ എന്ത് പേരിട്ടാലും അത് ഹറാമാണ്. അധ്വാനിക്കാതെ കിട്ടുന്ന പണം, അതായത് പലിശ, ഹറാമാണ്. അതേസമയം പ്രോഫിറ്റ്, ലാഭം, അത് ഹലാലാണ്. അതുപോലെ തന്നെയാണ് ഭക്ഷണവും. ഈ മട്ടനും ചിക്കനും ബീഫും ഒക്കെ ഹലാലാകണമെങ്കിൽ അത് ഭക്ഷണത്തിന് വേണ്ടി അർത്ഥമായിരിക്കണം. അല്ലാതെ ചത്തതോ വെടിവെച്ച് കൊന്നതോ കഴുത്ത് ഞെരിച്ചു കൊന്നതോ ആവരുത്. അങ്ങനെയാവുമ്പോ രക്തം അതിനകത്ത് കട്ടപിടിക്കും. അതുപോലെ തന്നെ അറുക്കുന്നതിനും ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അറുക്കുന്ന ജീവിയെ പീഡിപ്പിക്കാതെ എളുപ്പത്തിൽ അറുക്കണം. നീ എന്താ ഇതൊക്കെ പറഞ്ഞ് ബാലനെ പൊന്നാനിയെ കൊണ്ടുപോയി തൊപ്പിയിടിക്കാനുള്ള പരിപാടിയാ? പൊന്നാനിയിൽ പോയി തൊപ്പിയിട്ടാൽ മാത്രം പൊന്നുമോനാവില്ല എന്ന് പറഞ്ഞതാ. സാർ വെജ് മട്ടൻ. അല്ല മീനെ, ഈ ബിരിയാണി ഹലാലായിരിക്കോ? നീ ഈ കേരളത്തിലെയും ഗൾഫിലെയും ഹോട്ടലിൽ കയറുമ്പോ ഒന്നും പേടിക്കണ്ട. വല്ല അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെ പോകുമ്പോ ശ്രദ്ധിച്ചാ മതി. നീ ഇങ്ങനെ ഒന്നും കഴിക്കാതെ വായി നോക്കിയിരിക്കണ്ട. പോയി കാറിലിരുന്നോ, ഞങ്ങൾ വന്നോളാം. തിന്ന് പുതിയ മതി അമ്മായി മതി. ഞാൻ കഴിച്ചോളാം, ഞാൻ കഴിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചോളാം. കുറച്ചും കൂടിയാണ് ഇട്ടെടുത്താ. ഞാൻ ഇട്ടോളാം അമ്മായി, മതി. ഞാൻ ഇട്ടോളാം, ഞാൻ ഇട്ടോളാം. ഞാൻ കഴിച്ചോളാം, ഞാൻ കഴിച്ചോളാം. വെള്ളം കുടിച്ചാ ആ ശരീരം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. അമ്മായി ഞാൻ കഴിച്ചോളാം. ഞാൻ കഴിക്കുന്നുണ്ട്. അതിനേറെ ആവശ്യത്തിന് ഞാൻ ഇട്ടോളാം. കൈക്ക് പുതിയ കൈക്ക് അല്ല അതൊക്കെ ഒന്ന് എടുത്താട്ടെ. ആ അതെന്താ കൈക്ക് അതിനൊന്നും കഴിച്ചില്ലല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ഉണ്ടാക്കിയേ? ഇതും കൂടി മതി 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 മതി. ആ പുതിയാപ്പിള എത്തിയോ? നിന്നെ കാണാതിരുന്നപ്പോ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതാ. വാ ഇരിക്കി. നിങ്ങൾ കഴിക്കേ, നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയം ആയില്ലല്ലോ. ആ എപ്പ എത്തി? വരുന്ന കാര്യം ആരും പറഞ്ഞില്ല. നീ മാത്രമേ അറിയാനുള്ളൂ. ഞങ്ങൾ പോയിട്ട് ഇപ്പൊ 6 മാസമായുള്ളൂ. ഇത്തവണ കുറച്ച് നേരത്തെ പോന്നു. ഹൗസ് വാമിംഗ് നടത്തണം. പിന്നെ മുന്താസിനാണെങ്കിൽ ഗൾഫിലേക്കാൻ താല്പര്യമില്ല. സുഖല്ലേ? ഓ നിങ്ങക്കോ? പുതിയാപ്പളെ നിങ്ങൾ കഴിച്ചോളാം കഴിച്ചോളാം. മതി മതി. വേണ്ട വേണ്ട മതി. എന്ന് പറഞ്ഞാൽ കഴിച്ചല്ലേ.
കാര്യം നോക്കണ്ടേ? കഴിച്ചോളാം. ഇപ്പൊ തന്നെ നിങ്ങൾ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കണം. അത് നിങ്ങൾക്ക് തോന്നുന്നതാ. മതി 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 മതി. നീ എന്തേ അവരെ കൂടെ ഇരിക്കാഞ്ഞത്? ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾ വരാതെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാലും ദുബായ്ക്കാരൊക്കെ വന്ന സ്ഥിതിക്ക് നിനക്കും അവരോടൊപ്പം ഇരിക്കായിരുന്നു. ഉപ്പ പറഞ്ഞതാ നിങ്ങൾ വരാൻ സമയായെന്നും നിങ്ങൾ വന്നിട്ട് വിളമ്പാന്നൊക്കെ. ഉമ്മ അത് കേൾക്കാതെ വിളമ്പി. ഉമ്മാന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലേ? നിന്റെ ഉമ്മാക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? പിന്നെ നീ ഉമ്മാനോട് പറയണം, എന്ത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും ടൗണിലേക്ക് തനിച്ചുള്ള യാത്ര ഒഴിവാക്കണം. അതുപോലെ തന്നെ പുറത്തു പോകുമ്പോ തല മറക്കുന്നത് ഒരു നല്ല സംസ്കാരമാണെന്നും അത് മറക്കാതിരിക്കുന്നത് കൊണ്ട് അവരിപ്പോ ഇനി ഒരു കോണ്ടലീസ റൈസോ ഹിലാരി ക്ലിന്റനോ ഒന്നും ആകാൻ പോകുന്നില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നോണ്ട് തന്നെ ഉമ്മക്ക് നിങ്ങളെ ഇഷ്ടമില്ലാത്തത്. അത് പോട്ടെ, നിങ്ങൾ ഇത്താത്തോണ്ടെന്നാ പറഞ്ഞോ നോക്കി. ഇതാ പർദ്ദ. ഇത് ധരിച്ചാലും ഇല്ലെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അകം മുഴുവൻ കാണും. അതെ, നിങ്ങൾ ഇത്താത്തട്ട പുതിയ നെക്ലസ് ഉണ്ടോ? ഡയമണ്ട് ജ്വല്ലറിയുടെ പരസ്യത്തിലെ അശ്വറായിട്ട അതേ മോഡലാ. അതെ, ഡയമണ്ടാ. ഏയ്, ഡയമണ്ട് ഒന്നും ആയിരിക്കൂല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാ? നിങ്ങൾ ഡയമണ്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അസൂയ കൊണ്ട് പറയാ. പിന്നെ സുബൈദാളമ്മന്റെ റുബീനാന്റെ കല്യാണം നാളെയാ. നമ്മൾ എന്താ കൊടുക്കുക? ആ, ഒരു 1/4 പവൻ കൊടുക്കാം. അയ്യേ, 1/4 പവനോ? ഇത്താത്തി 1 പവനാ കൊടുക്കുന്നത്. അതെ, നിന്റെ ഇത്താത്താന്റെ ഭർത്താവിന് ഗൾഫിൽ ബിസിനസ്സാ. എനിക്ക് ജോലി ഇവിടെ നാട്ടിലും. അവര് തുള്ളുന്നത് പോലെ നമ്മൾ തുള്ളിയാലേ കുഴിയിൽ വീഴും മോളെ. അവർക്ക് കൊല്ലത്തിൽ ഒരു കല്യാണത്തിന് കൊടുത്താൽ മതി. നമുക്ക് മാസത്തിൽ 4 കല്യാണം. അങ്ങനെ നോക്കുമ്പോ 1/4 പവൻ തന്നെ ധാരാളാ. എന്നാ കല്യാണത്തിന് ഞാൻ വരുന്നില്ല. 1/4 പവനും കൊണ്ട് നിങ്ങളെല്ലാം പോയാ മതി. എന്തു വന്നാലും ഗൾഫിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെന്താ തീരുമാനം മാറ്റി? അത് മലബാറിൽ ജനിക്കുന്ന ഓരോ മാപ്പിള ചെറുപ്പക്കാരുടെയും നിർബന്ധിത ബാധ്യതയാണ് ഉപ്പാപ്പ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗൾഫിൽ പോയി മണലും തിരയും എണ്ണുക എന്നുള്ളത്. ഭാഗ്യമുള്ളവർ വർഷത്തിൽ ഒരിക്കൽ ജാമ്യത്തിൽ വരും, അല്ലാത്തവർക്ക് ജീവപര്യന്തം. അതിലൊരു ചെറിയ ശതമാനം ന്യൂനപക്ഷത്തിന് കിട്ടും തീഹാർ ജയിലിലെ VIP പരിഗണന. എന്തിനാ കാരണവരെ വെറുതെ നല്ലൊരു ജോലിയും കളഞ്ഞൊരു ഭാഗ്യപരീക്ഷണം? ഇതിനുള്ള മറുപടി ഒരു 10 വർഷം കഴിഞ്ഞ്, അതായത് ഒരു പെണ്ണ് കെട്ടുമ്പോ നിനക്ക് താനേ മനസ്സിലാവും. സ്വയം അധ്വാനിച്ചിട്ടല്ലല്ലോ വെട്ടി വീഴുന്നതും ന്യായം പറയുന്നതും. സ്വന്തമായി ഉത്തരവാദിത്വം വരുമ്പോ ഈ പോളിസിയൊക്കെ മാറും. ഓ, അപ്പോഴേക്കും നിന്റെ മുഖം പാടിയോ? അല്ലെങ്കിൽ മക്കൾക്ക് ചെലവിന് തരേണ്ടത് ഉപ്പമാരിയല്ലേ? ചെലവിന്റെ കാര്യമല്ലോ ഉപ്പാപ്പ, അതെന്റെ ഉപ്പ തന്നോളും. പക്ഷേ ഇനിയും 10 വർഷം കഴിയണമല്ലോ പെണ്ണ് കെട്ടാൻ എന്ന് ആലോചിക്കുന്നത്. നിനക്കിപ്പോഴേ പെണ്ണ് കെട്ടണം. കെട്ടണോ? പോടാ അവിടുന്ന്. ജലാലേ, നീ ഇവൻ പറയുന്നൊന്നും കേൾക്കണ്ട. നേരെ ജീവിക്കുന്നവർക്ക് ഈ നാട്ടിൽ ഒരു ജോലിയോ കച്ചവടമോ കൊണ്ട് എവിടെ എത്താൻ കഴിയില്ല. രാവിലെ മുതൽ രാത്രി വരെ ജോലി, അവസാനം കുറെ കടം ബാക്കി. ഒരാളിൽ നിന്ന് കടം വാങ്ങി മറ്റൊരാളുടെ കടം വീട്ടി അങ്ങനെ ജീവിച്ചു പോകാം. കടം വാങ്ങാത്ത ആരോ അമ്മ ഉള്ളത്? വാങ്ങില്ല വാങ്ങില്ല എന്ന് പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി വാങ്ങിയില്ലേ? ഇനി പൂക്കാക്കാന്റെ കാര്യം എടുത്താല്, ഞാൻ ജനിക്കുന്നതിന്റെ 2 വർഷം മുമ്പേ പോയി തുടങ്ങിയതാ ദുബായില്. ഇപ്പോഴും 2 വർഷം കഴിഞ്ഞ് ലീവിന് വന്നാൽ ഉമ്മാന്റെയോ എളാമാന്റെയോ സ്വർണം പണയം വെച്ച് വേണം ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ. അത് ഓൻ കൊള്ളാത്തോണ്ട് ഓന്റെ കൂടെ പോയവരൊക്കെ ഇപ്പൊ എവിടെ എത്തി? ദുബായിന്ന് അബുദാബിയിലെത്തി. അല്ലാതെ അവിടെ എന്റെ ഉമ്മ ഇങ്ങനെ തന്നെ പറയണം. ഉമ്മാന്റെയും എളാമാന്റെയും താളത്തിന് തുള്ളിയിട്ടാ പൂക്കാകൊക്കെ ഒന്നും ഇല്ലാതായത്, അറിയോ? അല്ലെങ്കിൽ അവനവൻ വാങ്ങിക്കൊടുത്ത പൊന്ന് കടം വാങ്ങി പണയം വെച്ച് ടിക്കറ്റിന് കാശുണ്ടാക്കേണ്ട അവസ്ഥ ഗൾഫുകാരനല്ലാതെ വേറെ ആർക്കും അവിടെ ഉണ്ടാവുക? ആ, കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. മിനിയാന്ന് നീ എന്റെ അടുത്ത് വാങ്ങിയ 100 രൂപ ഇതുവരെ തന്നിട്ടില്ല. അത് പിന്നെ പൂക്കാക്കൊക്കെ ഫോൺ ചെയ്യാൻ വേണ്ടി മൊബൈലിൽ കയറ്റാൻ എങ്ങനെ? അത് ശരി. അപ്പൊ ആരും അത്ര മോശക്കാരല്ല. എല്ലാവരും അവരവരുടെ റോളുകള് വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ടല്ലേ? അത് പറഞ്ഞപ്പോ മുങ്ങുന്നത് കണ്ടില്ലേ? എന്നിട്ട് നീ വിസയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോ? ഞാൻ ട്രാവൽസിലെ മഹമ്മൂദ് കയോട് ഒരു വിസിറ്റിംഗ് വിസക്ക് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് പൈസ വല്ലതും വേണോ? വേണ്ട, അമ്മോശൻ കുറച്ച് പൈസ തന്നിരുന്നു. മോശൻ. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും. നാട്ടിൽ നിന്നുകൊണ്ട് വീട്ടിലെ ചെലവ് മുഴുവൻ നടത്തുന്നതിന് പുറമെ ബന്ധു വീട്ടിൽ പ്രസവം അടുത്ത് നിൽക്കുന്ന പെണ്ണിന്റെ പള്ള കാണാൻ പോവാനും സുന്നത്ത് കഴിച്ച് കിടക്കുന്ന കൊച്ചുപോലെ ചീരണി വാങ്ങാനും ഒക്കെ കടം വാങ്ങിയിട്ടാണെങ്കിലും പണം ഒപ്പിക്കുന്ന പുരുഷനെ നമ്മുടെ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും മനസ്സിലാവില്ലടാ.
അവർക്ക് വലുത് 2 വർഷത്തിലൊരിക്കൽ കിട്ടുന്ന 10 റിയാലിന്റെ ചൈനയുടെ കളിപ്പാവയും മഫ്തയും സ്പ്രേ കുപ്പിയൊക്കെയാണ്. അല്ലെങ്കിൽ വെള്ളിയാഴ്ച തോറും വരുന്ന ഒരു ഫോൺ കോൾ. പറഞ്ഞു തരുന്നില്ല, ഇതാ വരുന്ന അമോഷൻ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. എനിക്കറിയാം ജലാൽ പുതിയ അപ്പള ഇവിടെ തന്നെ ഉണ്ടാവുന്നു. അല്ല അമ്മീനെ, ഇവനോട് നിനക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഞാൻ കൊറേ പറഞ്ഞു, ജോലി ശരിയാവുന്നില്ലെങ്കിൽ ഇവിടെ വല്ല കച്ചവടം മറ്റോ തുടങ്ങിയാ പോരെ. അല്ലാതെ അങ്ങ് മരുഭൂമിയിൽ പോകേണ്ട വല്ല കാര്യമുണ്ടോ? അതും സൗദിയില്. ഈ പണം എന്ന് പറഞ്ഞാ ഉണ്ടാക്കിയാ ഉണ്ടാവുന്നതല്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷേ അവൻ വിസയ്ക്ക് വേണ്ടി പണം കൊടുക്കും. അതെയോ? ഇതാ, ഇത് കയ്യിൽ വെച്ചോ. കാശിന് അത്യാവശ്യമുള്ള സമയല്ലേ? വേണ്ട, ഇപ്പൊ വേണ്ട. കാശ് കുറച്ച് ഉപ്പ തന്നിരുന്നു. ഉപ്പ പോയിക്കോളൂ. കാശിന് അത്യാവശ്യം ഉണ്ടാവുമ്പോ ഞാൻ വാങ്ങിച്ചോളാം. നീയല്ലേ കുറച്ച് കാശ് കടം വേണമെന്ന് പറഞ്ഞ് എന്നിട്ട് എന്തേ അമോശം തന്നിട്ട് വാങ്ങാതിരുന്നത്? അയാളുടെ മകൾ കൂടിയല്ലേ? പാവം എവിടുന്നോ കടം വാങ്ങി വരിക, ഒരുപക്ഷെ സ്വന്തം ഭാര്യ പോലും അറിയാതെ. നീ എന്തായി പറയുന്നത്? അപ്പൊ അയാളുടെ കയ്യിൽ ഒന്നുമില്ലേ? ഉണ്ട്. കൊട്ടാരം പോലുള്ള വലിയൊരു വീട്, പിന്നെ ആർക്കും എളുപ്പം പറ്റിക്കാൻ പറ്റുന്ന ഒരു മനസ്സും. എന്നാലും പുതിയാപ്ല സൽക്കാരം നിർത്തൂല. കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഒരു കണക്കില്ല. അതുകൊണ്ടാ അയാൾ ഇത്ര പെട്ടെന്ന് കടക്കാരനായത്. പൈസ കൊടുത്തവർ വന്ന് ചോദിക്കും, പക്ഷെ വാങ്ങിയവരാരെങ്കിലും അത് ചോദിക്കാതെ തിരിച്ചു കൊടുക്കും. ആ, അതുപോട്ടെ. നിന്റെ കയ്യിൽ കാശില്ലെങ്കിൽ വേണ്ട, എനിക്കത്ര വലിയ അത്യാവശ്യമൊന്നുമില്ല. അതല്ലടാ, ഞാൻ കരുതിയത് അയാളുടെ കയ്യിൽ പൂത്ത പണം ഉണ്ടെന്ന്. പുറമെ കാണുന്ന പോലല്ല പലരുടെയും സ്ഥിതിയല്ലേ. പോട്ടടാ, ആ തങ്കപ്പെട്ട മനസ്സില്ലേ, അതിന് പകരം വെക്കാൻ മറ്റെന്ത് സമ്പത്താ?
ആ ഇപ്പൊ വരുന്നതാ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഖല്ലേ ഉപ്പ? അൽഹംദുലില്ലാ, സുഖം. എന്തേ വൈകിയത്? സോനുമോൻ രാവിലെ തൊട്ടേ ഉള്ള കാത്തിരിപ്പാ. ആഹാ അതെ. വാടാ കുട്ട, നിനക്കുപ്പ നല്ലൊരു സാധനം തരാം. മോനിപ്പ എന്തോ കൊണ്ടുവന്നുണ്ടല്ലോ. ഇതാ. അപ്പഴേ ഇനി നിങ്ങൾ സംസാരിക്കേ, ഞങ്ങൾ പോട്ടെ. അല്ലടാ, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. നല്ല കാര്യായി. ഞാൻ എന്റെ കട തുറന്നിട്ടോ നോക്കട്ടെ. തുറന്നിട്ടില്ലെങ്കിൽ ഇനി എന്നും ഭക്ഷണം ഇവിടെ തന്നെ ആയിരിക്കും. എന്നാ ഞാൻ ചായ എടുക്കട്ടെ? ഒന്നും വേണ്ട സുമയ്യ. അബ്ദുൾ പോടാ. എന്നാ ബാല, അമ്മയും പോട്ടെ, നിനക്ക് ഭക്ഷണം കഴിച്ചിട്ട് നല്ല പോകാം. കാര്യായി. എനിക്കൊരു ട്രിപ്പ് ഉണ്ടേ, നമുക്ക് നാളെ കാണാം. ആ, ആ മോളെ, ഭക്ഷണം എടുത്തേക്ക്. പുതിയാപ്പിളക്ക് വിശക്കുന്നുണ്ടാവും. ഞാൻ ഒന്ന് കുളിക്കട്ടെ. ആ, അല്ല, ഉമ്മ എവിടെ? അവള് മുംതാസിന്റെ കൂടെയാണ് താമസിക്കുന്നത്. അവിടെ മുംതാസും കുട്ടികളും തനിച്ചല്ലേ. ഇന്നിവിടെ വന്നിരുന്നു. കുറച്ച് നേരത്തെ പോയിട്ടുള്ളൂ. നിങ്ങൾ വരാൻ വൈകിയതുകൊണ്ടാ. നിന്റെ ഉമ്മാന്റെ ഒരു കാര്യം. വയസ്സായ എന്റെ ഉപ്പാനെ ഒന്ന് കാണാൻ പോലും കയറാതെ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നത് നിന്റെ ഉപ്പാക്ക് സുഖമില്ലാന്ന് അറിഞ്ഞുകൊണ്ടാ. എന്നിട്ടിപ്പോ ഇവിടെ വന്നപ്പോ ഉപ്പയും ഉമ്മയും രണ്ടും രണ്ടിടത്താ. നീ വിഷമിക്കാൻ പറഞ്ഞല്ല, അല്ലെങ്കിൽ നീ ഇതൊന്നും എന്നോട് പറയില്ലല്ലോ. എന്നാലും എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. നീയും മോനും എന്നോട് അങ്ങനെ പെരുമാറാതിരുന്നാ മതി. അല്ലേ കുട്ടാ? വാ, ഉപ്പ എടുക്കടാ. അവൻ എന്റെ അടുത്ത് കൂടെ വരാറില്ല. ഉറങ്ങുന്നത് പോലും ഉപ്പാന്റെ അടുത്താണ്. ഇന്നിപ്പോ നിങ്ങൾ വന്നോണ്ടാ എന്റെ അടുത്ത് ഇരിക്കണേ. ഇക്ക ഡ്രസ്സ് മാറി. സോനുക്കുട്ട, പന്റെ കുട്ടിയല്ലേ? ഏ? ആ, കഴിച്ചു. മതി, ഞാൻ മതിയാക്കി. നിങ്ങൾ കഴിക്കും. മോനെ, നമുക്ക് ഉറങ്ങാൻ പോവാ. അപ്പൊ നല്ല കഥ പറഞ്ഞു കേട്ടാ. ചിക്കൻ കഴിച്ചു. അതല്ല, ആ, ഉപ്പ കിടക്കാറായില്ലേ? ഞങ്ങൾ കുറച്ചേരം കളിച്ചിട്ടൊക്കെ കിടക്കുക. അതാ പതിവ്. ഇല്ല മോനെ? ഉപ്പ കിടന്നോളൂ, മോനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. വേണ്ട മോളെ, അവൻ ഇവിടെ കിടന്നോട്ടെ. നിങ്ങൾ പോയി കിടന്നോളി. ഇതാ ഗുളിക. നീ മോനെ എടുക്ക്, ഉപ്പാനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. വാ, മോനെ ഉമ്മ ഉറക്കി തരാം. വാ, വാ, വാ. എന്താ ആ, ഉപ്പുപ്പാക്ക് ഗുഡ് നൈറ്റ് പറ. എന്നാ പിന്നെ ഉപ്പ കിടന്നോളൂ. ഇന്ന് നമുക്ക് ഇവിടെ ഉറങ്ങാട്ടോ. മോനും വോന്ന് ഉറക്കി തരാം. നീ നിർബന്ധിച്ച് മോനെ ഇങ്ങോട്ട് കൊണ്ടുവരൊന്നും വേണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉപ്പാക്ക് എന്താ തോന്നുക? ഏതായാലും നീ അവനെ വേഗം ഉറക്ക്. ഉപ്പാന്റെ കുട്ടി ഉപ്പാക്കൊരു ഉമ്മ കൊണ്ടടാ. ഉപ്പാക്കൊരു ഉമ്മ. ഉപ്പാന്റെ പൊന്നുമോനെ വേഗം ഉറങ്ങിക്ക. എനിക്കൊരു കഥ പറഞ്ഞുതരുമോ?
ആ കഥയൊക്കെ പറഞ്ഞുതരാം. നല്ല അറബിക്കഥ ഉപ്പയും മോനും ഇങ്ങനെ കളിക്കാൻ നിന്നാലേ ഇന്ന് ഉറക്കണ്ടാവില്ല. എന്നാലേ നീ മോനെ ഉറക്ക്. ഉമ്മ ഉറക്കി തരും കേട്ടോ. ഓ ആ ഞാനേ കുറച്ച് വെള്ളം കുടിച്ചു. അയ്യോ, നീ മോനെ ഉറക്ക്. വെള്ളം ഇങ്ങോട്ട് എടുക്കാൻ മറന്നു. ഡൈനിങ് ടേബിൾ വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ എടുത്ത് കുടിച്ചോളാം. നീ മോനെ ഉറക്ക്. ഉമ്മാന്റെ ചിന്തര കിട്ടുന്നല്ലേ. വാവ ഉറങ്ങിക്കോളൂ കേട്ടോ. ദാ മോനെന്തേ? നിന്റെ മുഖം എന്താ അങ്ങനെ കടന്നല കുത്തിയ പോലെ വീർത്തിരിക്കുന്നത്? ഇന്ന് നിന്റെ സംസാരം ഒന്നും കേട്ടിട്ടില്ല. നിനക്കെന്താ പല്ലുവേദന ഉണ്ടോ? ആരാന്നല്ലോ ഒന്നും മിണ്ടാതെ ഉറങ്ങിയത്? അതാ കാര്യം. ഞാൻ ഇന്നലെ യാത്രാക്ഷീണത്തിൽ അങ്ങനെ ഉറങ്ങിപ്പോയി. നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു. അതിനെന്താ, ഇപ്പം ഉണ്ടാലോ. അത് രാവിലെ തന്നെ ഫ്രണ്ട്സ് എത്തിയില്ലേ? ഡിയർ ഫ്രണ്ട് അതാ സിറ്റൗട്ടിൽ കാത്തിരിക്കുന്നു. ആര്? അമീനോ? അവനോട് കയറി അകത്തിരിക്കാൻ പറ. ഞാനിതാ വരുന്നു. വേറൊരു കോന്തനുണ്ട് കൂടെ. കോന്തനോ? ആ, സത്താറായിരുന്നോ? ആയിരുന്നു, ഇപ്പോഴുമാണ്, ഇനി ആയിരിക്കുകയും ചെയ്യും. ആയിക്കോട്ടെടോ. അതിന് നീ എന്തിനാണ് തിന്നാൻ വരുന്നത്? ഞാനൊരു ലോഗ്യം പറഞ്ഞതല്ലേ. അസ്ഥാനത്തുള്ള ലോഗ്യം എനിക്ക് ഇഷ്ടമല്ല. ഞാനാ ടൈപ്പല്ല. നീ ഒരു ബൈക്ക് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? സത്താറിന്റെ അടുത്തൊരു ബൈക്ക് ഉണ്ട്. ഇവൻ 3 മാസത്തേക്ക് റെന്റിന് എടുത്തിട്ട് 1 മാസമായിട്ടില്ല. പക്ഷെ പെട്രോൾ അടിക്കാൻ കുലൂസ് മാഫി. നീ പകുതി പൈസ കൊടുത്താൽ മതി, നിനക്ക് 2 മാസം ഉപയോഗിക്കാം. അല്ല സത്താറെ, നിന്റെ പെണ്ണ് കാണലൊക്കെ എവിടെ എത്തി? തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്കൊരു ചോറ് കിട്ടുവോ? ഗൾഫുകാർക്കൊന്നും പഴയ ഡിമാൻഡില്ലടേ. മുമ്പൊക്കെ ഒരുത്തൻ വിസിറ്റിംഗ് വീസൊക്കെ പോയി വന്നാൽ തന്നെ ആളുകൾ പെൺകുട്ടികളുമായി പിറകെ നടക്കുമായിരുന്നു. അന്ധകാലമെല്ലാം പോച്ച്. അതൊക്കെ പോട്ടെ, നിനക്ക് ബന്ധുക്കളായി ഒരുപാട് പേരില്ലേ? ഏതെങ്കിലും ഒന്നിനെ എനിക്ക് മുട്ടിച്ചതാണ്. നീ വിട് സത്താറെ. ആരും നിന്റെ ഡിമാൻഡൊക്കെ ഒന്ന് കേക്കട്ടെ, അല്ലെങ്കിലേ മുട്ടിച്ച് എനിക്ക് ഷോക്കടിക്കും. പറ. വലിയ ഡിമാൻഡ്സ് ഒന്നുമില്ല. 2 കുട്ടികൾ മാത്രമുള്ള വീടായിരിക്കണം. ഓൺലി 2. പിന്നെ പെണ്ണിന് ജോലി ഉണ്ടെങ്കിൽ സ്ത്രീധനം ഒരു പ്രശ്നമേ അല്ല. ശമ്പളമുണ്ടല്ലോ. പിന്നെ സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണ് എനിക്ക് അല്പം ഡിമാൻഡ് ഉള്ളത്. എന്റെ ഫ്രണ്ട്സിന്റെ ഭാര്യമാരൊക്കെ ഹൈ ബ്യൂട്ടീസാ. അവരെക്കാൾ കൂടുതൽ മെച്ചം വേണം. ഒരു എന്താ പറയാ, ഒരു മിസിരി സ്റ്റൈൽ. ഇത് മിക്കവാറും ഷോക്കടിക്കുന്ന കേസാ ജലാലേ. എന്റെ ബന്ധുക്കളിൽ മിസിരികളും ലബനാനികളും ഒന്നുമില്ല സത്താറെ. മലബാരീസ് മാത്രം.
അവരിൽ ആരെങ്കിലും നീ ആലോചിച്ചാൽ ഞാനത് മുടക്കും. അവന്റെ ഒരു ഡിമാൻഡ്. ഇതൊക്കെ നോക്കി തന്നെയല്ലേ നീ സുമയ്യാനെ കെട്ടിയത്? എന്നാ ജലാലെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇരിക്കടാ, ചായ കുടിച്ചിട്ട് പോവാം. ഇപ്പൊ സമയല്ലടാ, കട തുറന്നിട്ടില്ല. നീ കടയിലേക്ക് വാ. എന്നാ സത്താർ ചായ കുടിച്ചിട്ട് വന്നോളൂ. ആ ഓക്കെ. ഇന്നെനിക്ക് തീരെ സമയമില്ല. 3-4 സ്ഥലത്ത് പെണ്ണ് കാണാൻ പോകാനുള്ളതാ. ഞാൻ ചെന്നില്ലേ മോശ. കമോൺ. വീട്ടിലേക്ക് സത്താറെ, ഈ 2 വീടുകളിലാണ് ഇന്ന് പെണ്ണ് കാണുന്നത്. ഈ 2 വീടുകളിലോ? ഇത് അടുത്തടുത്തല്ലേ? 2 വീട്ടിൽ ഒരേ ദിവസം പെണ്ണ് കാണാൻ കയറിയാൽ അത് പ്രശ്നമാവൂലേ? എന്ത് പ്രശ്നം? അംസക്കോയ ആദ്യമായിട്ടല്ലേ പെണ്ണ് കാണിക്കുന്നത്. എടുത്തി അനിയത്തെ ഒരേ ദിവസം പെണ്ണ് കാണിച്ച് അനിയത്തിന്റെ കല്യാണം നടത്തിയതാണ് ഈ അംസക്കോയ. ഞാനേ പുലി നോക്കട്ടെ. വൃത്തിട്ടോനെ, എന്താണ് ഇത്? പുലിക്ക് വാലുണ്ടോ നോക്കിയതല്ലേ? വേണ്ട, നിർത്തിക്കള. അംസക്കോയാനെ വലിങ്ങനെ കോയാക്കണ്ട. പിന്നെ ഒരു കാര്യം, കർക്കിടക മാസത്തിൽ ചക്കക്കൂട്ടാൻ കണ്ട മാതിരി ചായയും കടിയും വാരി വലിച്ചു തിന്ന് വെറുപ്പിക്കാതെ വേഗം ഇങ്ങോട്ട് പോരണം. ചായ കുടിക്കാതെ പിന്നെ എങ്ങനെയാ ഓട്ടോ കാശെങ്കിലും മുതലാവണ്ടേ? ചെലവാക്കുന്നവനല്ല വേജാറ്, ഓസിക്ക് തട്ടുന്നവനാ. ഒരുങ്ങിയത് മതി. ഈ അല്ല പുതിയാപ്പിള സത്താറ. ആ ശരിയാണല്ലോ. മാറിക്ക ഗഫാറേ, ഗഫാർ ബാക്കിലൊന്ന് നോക്ക്. മതിയോ? എനിക്ക് കാണിക്കാൻ ഒരു നിർവാഹമില്ലല്ലോ. അതെന്തേ? ഞാൻ ഇടാൻ മറന്നുപോയി. മോനെ, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ആ. ഈ വണ്ടി ഒന്ന് തിരിച്ചിട്ടാളി. ഓ. ബെല്ലടിക്കടോ. മാറിക്ക. ഞാനാ എന്നെ പിടിച്ചോളി. നിങ്ങൾ പറഞ്ഞതിൽ നേരത്തെ വന്നല്ലോ. അത് പിന്നെ പുതിയാപ്പിളക്ക് തിരക്കുണ്ടേ, വേറെ സ്ഥലത്തും കൂടെ പോവാൻ. ആഹാ, പെണ്ണ് കാണുന്നതിന് മുമ്പേ അതിനെ ഈ അംസക്കോയനോട് പെണ്ണ് കാണാൻ വന്നവരാരും പുതിയാപ്പിളെ ആകാതെ തിരിച്ചുപോയ ചരിത്രമില്ല. ആ എന്നാ പിന്നെ പെണ്ണ് കാണാൻ നടക്കട്ടെ. മോളെ ഫാസില, ഫാസിലിയെ എന്തിനാ പഠിക്കണേ? MA സോഷ്യോളജി. എന്റെ പെങ്ങളും MA സോഷ്യോളജിയാ. അതെ, ഈ സോഷ്യോളജി പറഞ്ഞ അത് എന്താ പറയാ, ഭ്രാന്തന്മാരെ പറ്റി പഠിക്കുന്ന ഒരു മറ്റേ ഇതാ. ഓ അത് ശരി. അപ്പൊ നിന്നെ കണ്ടിട്ടാണ് നിന്റെ പെങ്ങൾ അത് തന്നെ പഠിക്കാൻ തീരുമാനിച്ചത് അല്ലേ? അതെ, ഈ സോഷ്യോളജി എന്ന് പറഞ്ഞ ഭ്രാന്തിനെ പറ്റി പഠിക്കുന്നതല്ലേ? ആരോ പറഞ്ഞു സൈക്യാട്രിയെ പോലെ തന്നെയാണെന്ന്. ചില വാരികളിലൊക്കെ കാണാറില്ലേ, സൈക്യാട്രിസ്റ്റിനോട് ചോദിക്കുക ലൈംഗിക രോഗങ്ങൾ. വെള്ളം കൊടുത്താക്കുവോ? അയ്യേ, മൂക്ക് തെറ്റി. അവനല്ല ഇവനാ. അയ്യേ, ഇയാളോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? വേണ്ട, എനിക്കിനി വെള്ളം വേണ്ട, ഞാനിതെടുത്തോളാം. ഇതെന്താ പെണ്ണ് കാണൽ ചടങ്ങിന് ശേഷം പള്ള കാണൽ ചടങ്ങുണ്ടോ? ഞാൻ ഫാസിലയുടെ അമ്മാവനാ, വെള്ളംകുടി. ആഹാ, നല്ല വെറൈറ്റി പേര്, വെള്ളംകുടി. അല്ല, കളരിത്തൊടി അസൈനാർ ഗുരുക്കൾ. ഓഹോ, എന്താ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? എന്നാ ഇനി നമുക്ക് കാര്യത്തിൽ കിടക്കാം. എന്താ നിങ്ങളുടെ ഡിമാൻഡ്? അത്രക്കൊന്നുമില്ല. സത്താറിന്റെ പെങ്ങക്ക് കൊടുത്ത് കിട്ടണം, കൂടെ ഒരു 2 ലക്ഷം റുപ്യ. അതിന് സത്താറിന്റെ പെങ്ങൾക്ക് ഞങ്ങളല്ലല്ലോ സ്വീകരണം കൊടുത്ത്. അല്ല, അതെ 50 പവനും മാരുതി 800 കാരും. അതിപ്പോ 800 പകരം ഓൾട്ടോ ആയാൽ മതി.
ഫാസിലാക്ക് ഒരു 50 പവന് ഞങ്ങൾ കരുതിയിട്ടുണ്ട്. മോനെ മനസ്സിലൊരു ലഡ് പൊട്ടി. പിന്നെ ഓട്ടോ അല്ലേ, അത് അത്ര വലിയ സംഖ്യ ഒന്നും ആവില്ലല്ലോ. അളിയാ കൊടുക്കല്ലേ, മോള് പട്ടിനാവൂലല്ലോ. പക്ഷേ പൈസ ഒരു പ്രശ്നമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സീസണായിട്ട് ആർക്കും പൈസ കൊടുത്തിട്ടില്ല. പൈസ എന്തായാലും കിട്ടണം. അതുമല്ല എന്റെ പിന്നെ ഓട്ടോ അല്ല, ഓൾട്ടോ കാറ്. അതിന് സത്താറിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ഇല്ല, എടുക്കണം. എപ്പോ കാർ സീസൺ കിട്ടിട്ടോ? മക്കള് വേഗം വന്ന വൈക്ക് തിരിച്ചു വിട്ടോ, അല്ലെങ്കിലേ ഈ പറഞ്ഞ കാറിലെ കിടത്തിയിട്ട് കൊണ്ടുപോകേണ്ടി വരും. ലൈസൻസ് പോലും ഇല്ലാത്ത ഓനക്ക് സീസണായിട്ട് കാറ് വേണം പോലും. ഫസ്റ്റ് എനിക്ക് പെരുത്ത് ഇഷ്ടപ്പെട്ട് ഇവിടുന്ന് ഇറങ്ങിയ സ്ഥിതിക്ക് അവരിനിപ്പോ എന്റെ വീട്ടിലെത്തും നസീമാനെ കാണാൻ. അപ്പൊ ഞാൻ ഈ ഇടവഴിയിലൂടെ അങ്ങോട്ട് പോട്ടെ, എന്നാലേ അവരവിടെ എത്തുമ്പോഴേക്കും എനിക്ക് അവിടെ എത്താൻ പറ്റൂ. ആ നവേൻ ചെല്ലി. ഇതാ വരുന്നേ. എന്താ നിങ്ങൾ പോയില്ലേ? അല്ല, നമുക്കൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആയിക്കൂടെ? ആ അങ്ങനെ വൈക്കുവാ. എന്നാലേ നമുക്ക് ഓട്ടോറിക്ഷക്ക് പോയാലേ ഹെലികോപ്റ്റർ ആക്കിയാലോ? ഓ, നിങ്ങൾ അങ്ങനെ പരിഹസിക്കൊന്നും വേണ്ട. അല്ലെങ്കിലും ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലും പെണ്ണ് കിട്ടുമോ? മിണ്ടാതിരിക്കട, എനിക്ക് നാളെ ഈ നാട്ടിൽ വരാം. ഈ നാട്ടിലെ പെണ്ണുങ്ങളുടെ മഹത്വം നാട്ടിലൊക്കെ പാട്ടാ. പടച്ചോനെ, ഇവരൊന്നും എനിക്ക് അടി കൊള്ളിക്കുമല്ലോ. പറഞ്ഞു ഞങ്ങൾ നാട്ടിലെ പെണ്ണുങ്ങളെ പറ്റി പറയാൻ തുടങ്ങി നിങ്ങള്. നാസറേ, കാദറെ, സലീമേ ഓടി വാടാ. ഈ നാട്ടിൽ ആണുങ്ങളെ സ്വഭാവം ശരിയല്ലെന്ന് ഇവരൊന്നും അറിയട്ടെ. ഓടിക്കോ, ഇവിടെ ആണും പെണ്ണും ഒക്കെ മോശം. മോനെ ഒരു 5 മിനിറ്റ് ഇപ്പൊ വരാം. Follow me. ഇങ്ങോട്ട് വരിയടോ. അസ്സലാമലൈക്കും. വരൂ, അകത്തിരിക്കാം. അകത്തെ ഭയങ്കര ചൂടാ, ഇവിടെ ആവുമ്പോ നല്ല കാറ്റ് കിട്ടും. അല്ല ഹംസക്കോയ, ഇതിലിപ്പോ ആരാ ചെറുക്കൻ? ഇവനാ സത്താർ, അബ്ദുൾ സത്താർ. സത്താർ ഏതുവരെ പഠിച്ചു? ഓ, ഓനൊരു 10-28 വയസ്സൊരു. അല്ല, ഞാൻ പ്രീ ഡിഗ്രിക്ക് പോയിരുന്നു. ആഹാ, പിന്നെന്താ ഡിഗ്രിക്ക് പോവാതിരുന്നത്? അത് ഇംഗ്ലീഷ് പോയി. എന്താണ്, എവിടെ പോയി? പോയി. നസീമ +2 ഇംഗ്ലീഷ് ടീച്ചറാ. എന്നാ പിന്നെ സ്ത്രീധനായിട്ട് പണം വേണ്ട, നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയാ പറ്റും. എന്താ? അല്ല, പുതിയ ആപ്പിളിക്കേഷൻ തിരക്കണ്ടേ? അത് ശരി. അപ്പോ ഇപ്പൊ തന്നെ പുതിയാപ്പിള ആയോ? അല്ല, വൈകാതെ ഇവിടുത്തെ പുതിയ ആപ്പിള ആകാനുള്ളതാണല്ലോ. ഓ അങ്ങനെ. അപ്പോ പുതിയാപ്പിളക്ക് എന്താ ജോലി? ഗൾഫിലാ, ഇത്തിസലാത്തില് മാസത്തില് 3000 ദിർഹം ശമ്പള. ആർക്ക്? നിനക്കോ അതോ ഇവനോ? അല്ല, ഞാൻ ഗൾഫിലായിരുന്നു. എല്ലാം പാസ്റ്റൻസ് ആണല്ലോ ഹംസക്കോയെ. ഭൂതകാലം പറഞ്ഞു വന്ന എക്സ് ഗൾഫ്. അർബാബ് പുതിയ വിസ അയച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അതും പാസ്റ്റൻസ്. പക്ഷെ ആള് ഭയങ്കര ഫാസ്റ്റാ. കണ്ടില്ലേ, ഓന്റെ മുടിയും താടിയും കുപ്പായും പാന്റും കൂളിംഗ് ഗ്ലാസും. എന്റെ മോള് പ്രസന്റൻസാ, വർത്തമാനകാലം. അതുകൊണ്ടാ അവള് +2 ഇംഗ്ലീഷ് ടീച്ചറായി. ആ അതുപോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോ എന്താ നിങ്ങളുടെ ഡിമാൻഡ്? അല്ല, പെണ്ണിനെ കാണണ്ടേ? ആർക്ക്? നിനക്കോ? എന്നാ നീ അകത്ത് പോയി പെണ്ണ് കാണ്. നിനക്ക് പിടിച്ചാലല്ലേ അവന് പിടിക്കൂ. നീയല്ലേ വലിയ ചങ്ങായി. ഒരു 75 പവനും ഒരു മാരുതി ഓൾട്ടോ കാറും മതി സത്താർ. അപ്പോ പെണ്ണിനെ വേണ്ടേ? അത് നിന്നോട്ടെ. ഓക്കെ, എന്റെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാം. എന്റെ മോളെ, അവക്കൊരു 100 പവൻ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. മോനെ, മനസ്സിൽ മറ്റൊരു ലഡ് പൊട്ടി. പിന്നെ ഒരുമാതിരി ആൾട്ടോക്കാർ നമുക്ക് വാങ്ങാം. പക്ഷേങ്കിൽ ഞാൻ ഈ കാറ് വാങ്ങിത്തന്ന ഈ പണിയും പണവും ഇല്ലാത്ത ഇവൻ
എങ്ങനെ അതിൽ പെട്രോൾ അടിക്കും? അപ്പോ പ്രീ ഡിഗ്രി ഇംഗ്ലീഷ് തോറ്റ നിനക്ക് +2 ഇംഗ്ലീഷ് ടീച്ചറായ എന്റെ മോളെ വേണം അല്ലേ? ആ, ഞാൻ കൊണ്ടുതരാം കേട്ടോ. ഇംഗ്ലീഷ് പോയത് ഏതായാലും നന്നായില്ലേ? പിന്നെ ഇംഗ്ലീഷുകാർ പോയോണ്ടല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പിന്നെ ഞാനൊന്ന് അകത്ത് നോക്കി വരാം. അങ്ങനെ നമ്മള് പോണ്ട, ഞാൻ പോയ. ചെല്ല് ചെല്ല് ചെല്ല്. ചെല്ല് ചെല്ല് ചെല്ല്. ഞാനിതാ വന്നു. നിങ്ങളോട് സത്യം തുറന്നു പറയാം. എന്താണ് ഇംഗ്ലീഷ് മാത്രല്ല പോയത്, പിന്നെ എനിക്ക് മലയാളവും എക്കണോമിക്സ് ഒക്കെ പോയതാ. എന്നിട്ടാണ് കള്ള നമുക്ക് എന്റെ മോളെ കെട്ടാൻ നടക്കുന്നത്. അവിടെ നിൽക്കണം. മക്കളെ നിങ്ങൾ പിന്നെ വന്നോ? ആ പറഞ്ഞ ഓട്ടോറിക്ഷയ്ക്ക് ഞങ്ങൾ തൃപ്തിപ്പെട്ടു. പക്ഷേ 1 ലക്ഷമെങ്കിലും നിങ്ങൾക്ക് ജീവനോടെ പോകണമെന്നുണ്ടോ? അല്ല, ഞങ്ങൾ ഈ നാട്ടിലെ പെണ്ണുങ്ങളെ പറ്റി വളരെ മോശമായി പറഞ്ഞില്ലേ? അത് സാരമില്ല, ഞങ്ങൾ അത്ര കാര്യമാക്കിട്ടില്ല. ഞങ്ങളത് കാര്യമായിട്ട് പറഞ്ഞതാണ്. എന്റെ കളരി പരമ്പര സൈക്കന്മാരെ, ഓടി വാടാ. സൗദി ഷെയ്ഖും മാടായി വംശത്തിന്റെ അഭിമാനവുമായ ഹിസ് ഹൈനസ് ജലാൽ മുഹമ്മദ് സന്നിഹിതനായ സ്ഥിതിക്ക് ഇനി വിചാരണ ആരംഭിക്കാം. വിചാരണയോ? എന്ത് വിചാരണ? നീണ്ട വനവാസത്തിന് ശേഷം രാജവംശത്തിന്റെ പ്രോട്ടോകോൾ ലംഘിച്ച് നേരെ അച്ചി വീട്ടിലേക്ക് പോയതിന്, നാട്ടുനടപ്പും പാരമ്പര്യവും തെറ്റിച്ച് ഗൾഫ് പെട്ടി എന്ന കാണിക്കയില്ലാതെ കൊട്ടാരത്തിലേക്ക് വന്നതിന്, പതിവ് തെറ്റിച്ച് രാജ്ഞിയെയും രാജകുമാരനെയും അവരുടെ കൊട്ടാരത്തിൽ നിർത്തി ഈ രാജകുടുംബത്തെ പരിഹസിച്ചതിന് ശിക്ഷ വിധിക്കാനായി മൂത്ത രാജ ഉപ്പാപ്പയെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. വിധിയും നീ തന്നെ പറഞ്ഞാ മതി. അതിനു മുമ്പ് ഇതിനുള്ളിൽ എന്താന്ന് എനിക്കറിയണം. അതെന്തിനാ? അല്ല, അതറിഞ്ഞിട്ട് വിധി പറയാന്ന് കരുതി. ഇത് മുഴുവൻ നിനക്ക് തന്നെയല്ലേ? എന്നാ നല്ലൊരു കിടിലം വിധി പറയാം. അമ്മോഷൻ രാജയ്ക്ക് അസുഖമാണെന്നുള്ളതും ഉപ്പാപ്പ മഹാരാജാവിന്റെ നിർദ്ദേശത്താലാണ് പതിവ് തെറ്റിച്ചത് എന്നുള്ളതും ഈ കോടതി പരിഗണിക്കുന്നു. കാണിക്ക ചെറുതാക്കിയതിന് പ്രായശ്ചിത്തമായി ഒരു പൾസർ ബൈക്ക് വാങ്ങി അടുത്ത കിരീടാവകാശിയും രാജകുടുംബത്തിലെ മൂത്തപുത്രിയുടെ മൂത്തപുത്രനുമായ സഫ്വാൻ ഇബ്രാഹിമിന് നൽകണമെന്ന് ഈ കോടതി വിധിക്കുന്നു. സമ്മതിച്ചോ? സമ്മതിച്ചു. എന്നാൽ ഈ ആരോപണങ്ങൾ പ്രചരിപ്പിച്ച ഉമ്മറാണിക്കും ഇളയമറാണിക്കും ഈ കാണിക്കയിൽ തൊടാനോ ഇത് അനുഭവിക്കുവാനോ യാതൊരു അനുവാദവും ഉണ്ടായിരിക്കുന്നതല്ലെന്ന് ഈ കോടതി ഉത്തരവിടുന്നു. നീ പോടാ. മൂന്നാമത്തെ അന്യായം ഇത്തിരി ഗൗരവം നിറഞ്ഞതാ. പ്രതികളുടെ അഭാവത്തിൽ അതിന്റെ വിധി പറയുന്നു. രാജ്ഞി സുമയ്യയും രാജകുമാരൻ സോനുവും തുടർച്ചയായി 1 മാസം ഭർത്തൃ വീട്ടിൽ കഴിയണമെന്ന് ഈ കോടതി വിധിക്കുന്നു. സമ്മതമാണോ? സമ്മതമാണ്. എന്നാൽ ഈ ചെറുകാണിക്ക വീതം വെക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. ഞാൻ എടുക്കട്ടെ. വാ. ഓ
ജലാൽക്ക് വന്നാലെങ്കിലും സഫാൻ ഒന്ന് കാണുമല്ലോ. അമ്മായി അങ്ങനെ തന്നെ പറയണം. എന്നെ കാണണമെങ്കിലേ ഭർത്താവിന്റെ വീട്ടിൽ വരണം. അതാണല്ലോ നാട്ടു നടപ്പ്. അത് പോട്ടെ, ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടാ വന്ന്. ഒന്നും വേണ്ട. ഉപ്പ എവിടെ? ഉപ്പ റൂമിലുണ്ട്. അല്ല, മോൻ ഉറങ്ങിയോ? ഇല്ല. ഇന്ന് ഞാൻ അവനെ തോൽപ്പിക്കും. ഇന്ന് നേരത്തെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഉച്ചക്ക് ഞാൻ കുറെ ഉറങ്ങി. ഇന്നലെ മോൻ നേരത്തെ ഉറങ്ങി. അപ്പോഴാ നിന്റെ ഒരു സ്റ്റാർ സിംഗർ കാണൽ. ഇന്ന് സിംഗറും ഇല്ല, ഡാൻസറും ഇല്ല. നീ വേഗം മോനെ ഉറക്ക്. ഞാൻ ഉപ്പാനോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. പരിഹാരത്ത് നല്ല ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. അതിന് എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഷെനായിയെ കാണിച്ചിരുന്നു. ഒരു 10-15 കൊല്ലം യാതൊരു കുഴപ്പമില്ലാതെ പോകുന്ന മൂപ്പര് പറഞ്ഞത്. ഏതായാലും ആൻജിയോയിൽ കുഴപ്പമുള്ള സ്ഥിതിക്ക് ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതാ നല്ലതെന്നാ എന്റെ അഭിപ്രായം. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല പുതിയാപ്പിളെ. പടച്ചോന്റെ കൃപ്പുണ്ട്, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ആ സമയം കുറെ ആയിട്ടോ. നിനക്ക് തിരക്കുണ്ടെങ്കിൽ പോയിക്കോ. അങ്ങനെ ഒന്നുമില്ല, എപ്പോഴെങ്കിലും വരുന്നതല്ലേ. ഇത്തിരി വൈകിയാലും പ്രശ്നമല്ല. ഞാൻ ഏതായാലും ബൈക്ക് എടുത്തല്ലേ പോകുന്നത്. അവൻ കുറച്ച് വലിക്കട്ടെ. നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്താ അഭിപ്രായം? ആര് മുഖ്യമന്ത്രി ആയിട്ട് എന്താ? ഇവിടെ ഭരിക്കണത് കുറെ ഉദ്യോഗസ്ഥന്മാരും ബിനാമികളും അല്ലേ. ഒരു മന്ത്രിയെ മുഖ്യനെ വിചാരിച്ചാലൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എടാ, രാത്രി വൈകിയ ഉപ്പ ചീത്ത പറയും. അതിന് ഉപ്പാപ്പാക്കറിയാലോ ഞാൻ ഇങ്ങോട്ടാ വന്നതെന്ന്. അല്ല, നമ്മളെവിടെ പറഞ്ഞു നിർത്തി? മുഖ്യൻ മുഖ്യ മുടന്തി എന്താ ചെയ്യട്ടെ. MA പരീക്ഷയുള്ള ചെക്കനാ രാഷ്ട്രീയം പറഞ്ഞിരിക്കുന്നത്. നീ എണീക്ക്, പോയി പഠിക്ക. വേഗം പോയിക്കോ. പഠിക്കാതെ ഇങ്ങനെ ഉഴപ്പി നടക്കണ്ട. അല്ല, ഞാൻ അമ്മായിനോട് ഞാൻ പറഞ്ഞോളാം. മോൻ ഉറങ്ങി. മോൻ ഉറങ്ങിന്നോ? അപ്പൊ അതാണല്ലേ എന്നെ പറഞ്ഞാക്കാൻ ഇത്ര ധൃതി. ഏതായാലും ഞാൻ പോയിക്കോളാം. പോടാ. അതൊന്നുമല്ല, ഇവനെങ്ങനെ ഇതൊക്കെ മനസ്സിലാവും? ആര്? സത്താറോ? സത്താറ് നിന്നെ കാത്തിരിക്ക. അവന് പെണ്ണ് കാണാൻ നീ കൂടെ പോണെന്ന്. ഞാൻ എന്റെ ഭാര്യയെ തന്നെ കല്യാണത്തിന് മുമ്പ് അവളെ വീട്ടിൽ പോയി കണ്ടിട്ടില്ല. പിന്നെയല്ലേ ഒന്ന് കൂടെ പോടോ. അവന്റെ ഒരു ആഗ്രഹമല്ലേ. നിന്നെപ്പോലെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാൾ കൂടെ ഉണ്ടായാൽ അതൊരു പ്ലസ് പോയിന്റ് അല്ലേ. നീയൊക്കെയാണ് ഇവനെ പോലുള്ളവർക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്നത്. ഇവന്റെ ഡിമാൻഡ് നീയും കേട്ടതല്ലേ. സത്താറെ, പറയുന്നത് കൊണ്ട് വെറുപ്പൊന്നും വിചാരിക്കരുത്. സ്വന്തം പരിമിതിയും കഴിവുകേടും ആദ്യം മനസ്സിലാക്കണം. നീ പറഞ്ഞില്ലേ പെണ്ണ് 2 കുട്ടികൾ മാത്രമുള്ള ഫാമിലിയിൽ നിന്നാവണമെന്ന്. നിന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അവിടെ ഫ്രണ്ട്സൊക്കെ വന്നാൽ ഒന്ന് ഇരിക്കാൻ സൗകര്യമുണ്ടോ? ഒന്ന് തനിച്ച് ഉറങ്ങാൻ സൗകര്യമുണ്ടോ? ഫ്രണ്ട്സിന് ഇരിക്കാനും കിടക്കാനും അല്ലേ അസൗകര്യം? നിനക്കുറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ. നീ ഈ പറഞ്ഞ 1-2 കുട്ടികൾ മാത്രമുള്ള വലിയ വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നിനക്ക് ഉറങ്ങാൻ മാത്രം കഴിയില്ല. അതാണ് വ്യത്യാസം. നീ ഈ കച്ചവടത്തിന് വേറെ ആളെ നോക്ക്. താങ്ക് യു. ഇത്രയും നേരം നിന്റെ ഉപദേശം കേട്ട് നിന്നതേ നീ കൂടെ പോരുമല്ലോ എന്നോർത്തിട്ടാ. ഇതിപ്പോ ഉപദേശം മാത്രമല്ലേ ഉള്ളൂ. നീ കൂടെ പോരാതെ തന്നെ എനിക്ക് പെണ്ണ് കിട്ടുമെന്ന് ഞാനും നോക്കട്ടെ. ഗുഡ് ബൈ. പോട്ടടാ, അവനിപ്പോ പഴയ ഡിമാൻഡ് ഒന്നുമില്ല. നിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശരിയാക്ക്. ഡിമാൻഡ് ഒന്നും ഇല്ലെങ്കിൽ ആലോചിക്കാം. പക്ഷെ അവന് പറ്റിയൊരു പെണ്ണാരാ? ഏതായാലും ഒരു പെണ്ണായിരിക്കണം എന്നുള്ള മിനിമം ഡിമാൻഡ് സത്താറിനുണ്ടാവും. അല്ല, ആണും തമ്മിലും പെണ്ണും തമ്മിലും കല്യാണം കഴിക്കുന്ന കാലമാണല്ലോ. അതല്ലടാ, പരിചയത്തിലുള്ള പെൺകുട്ടികളെല്ലാം MSc, B.Ed, MBA ഒക്കെ ഉള്ളവരാ. ഇവനാണെങ്കിൽ 8ാം ക്ലാസ്സും കുസ്തിയും. ഇങ്ങനെ പോയാൽ വൈകാതെ ഇവിടെയും ഗൾഫിലെ പോലെ പെണ്ണുങ്ങൾ ആവശ്യപ്പെടുന്ന മെഹർ നൽകി നിക്കാഹ് നടത്തേണ്ടി വരും. നിനക്കെന്താ, ഒന്നുകൂടെ കെട്ടണോ? നല്ല കാര്യായി. ഒന്ന് കെട്ടിയപ്പോ തന്നെ മുറുകി, കണ്ണും പൊട്ടി തൊണ്ടയും മുട്ടി. ഈ 2 ഭാര്യമാരുള്ളവരെയൊന്നും കളിയാക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അവരെയൊക്കെ പാർലമെന്റിൽ അയച്ച് മന്ത്രിമാരാക്കണം. സ്ത്രീകൾക്ക് 50% സംവരണം കൂടി വന്ന സ്ഥിതിക്ക് ഇനി പറയും വേണ്ട. ഇതങ്ങനെ തീരില്ല. കാരണം ഇത് നിന്റെ മകന് മാസാമാസം അയച്ചു കൊടുക്കുന്ന കാശിന്റെ കണക്കാ. ഏത് നേരവും അവനെ കുറ്റം പറയാനല്ലേ നിങ്ങൾക്ക് തോന്നാറുള്ളൂ? കുറ്റങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. നീ അതൊക്കെ ഒന്ന് ഓഫാക്കി വെച്ച് വാ. സമയം 10 മണി കഴിഞ്ഞു. കിടക്കണ്ടേ? ഇക്ക ഉറങ്ങിക്കോ, ഞാൻ സീരിയൽ കണ്ടു വരാം. രാത്രി 10 മണിക്ക് സീരിയലോ? നിനക്കെന്താ തലക്ക് വെളിവില്ലേ?
നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ലേ? അല്ലെങ്കിലും 10 മണിക്ക് മുമ്പ് ഉറങ്ങണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. എന്നും വൈകി ഉറങ്ങിയാൽ എങ്ങനെ? നമ്മുടെ മോനൊരു കൂട്ട് വേണ്ടേ? ഓ, നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അതെ, നമുക്കൊരു കുട്ടി തന്നെ മതി. ഇവിടുത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാലോ. നോക്കാൻ ആരെങ്കിലും വേണ്ടേ? അത് തന്നെയാ ഞാനും പറയുന്നത്. വയസ്സുകാലത്ത് നമ്മളെ നോക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? ഒരു കുട്ടി മാത്രമായ നമ്മൾ എന്നും അവനെ മാത്രം ആശ്രയിക്കേണ്ടി വരും. അവന്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും നിന്ന് കൊടുക്കേണ്ടി വരും. പിന്നെ അവനെന്തെങ്കിലും സംഭവിച്ചാ നമുക്ക് ആരും ഇല്ലാതെയാവും. നിങ്ങൾക്ക് അതൊക്കെ പറയാ, കഷ്ടപ്പെടുന്നത് ഞാനല്ലേ? ഇതിലൊക്കെ എന്ത് കഷ്ടപ്പാടാ? ഇനി അല്പം കഷ്ടപ്പെട്ടാലും നമുക്ക് വേണ്ടി തന്നെയല്ലേ? അതെ, ഇന്നത്തെ കാലത്ത് 2 കുട്ടികളെ വളർത്തി വലുതാക്കുക എന്നുള്ളത് കുറച്ച് ചെലവും ബുദ്ധിമുട്ടൊക്കെയുള്ള കാര്യം തന്നെയാ. ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞു? 8ഉം 10ഉം കുട്ടികളുള്ള പാവപ്പെട്ടവർക്ക് ഒരു പ്രശ്നമില്ല. ഒരു കുട്ടി മാത്രമുള്ള പണക്കാർക്കാ ബേജാറും ബത്തപ്പാടും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറ്റില്ല ഇനിയും പ്രസവിക്കാൻ. പെറ്റിട്ടാ മാത്രം പോരല്ലോ, പേര് നടക്കേണ്ടത് ഞാൻ തന്നെയല്ലേ? കല്യാണ വീട്ടിലായാലും മരണ വീട്ടിലായാലും 4 ആള് കൂടുന്നിടത്തൊക്കെ 2ഉം 3ഉം കുട്ടികളെയും കൊണ്ട്. സുമയ്യ, മതി. ശരീരത്തിന്റെ പ്രസരിപ്പ് കുറയുമെന്ന് ഭയന്ന് ഉമ്മയാവുക എന്ന മഹാഭാഗ്യത്തെ മാറ്റി നിർത്തിയ ബോളിവുഡ് സുന്ദരിമാരുടെ വിശേഷണങ്ങൾക്ക് മാത്രം കണ്ണും കാതും കൊടുക്കുന്ന നീ, പട്ടിണിയാണേലും മക്കളെ സൽപ്പാന്താവിലൂടെ വളർത്തി വലുതാക്കിയ ഏതെങ്കിലും ഒരു ഉമ്മയെക്കുറിച്ച്, വയസ്സുകാലത്ത് അവർക്ക് ആ മക്കളിൽ നിന്നും കിട്ടുന്ന സ്നേഹ പരിചരണങ്ങളെക്കുറിച്ച്, മരണശേഷം അവർക്ക് വേണ്ടി ആ മക്കൾ നടത്തുന്ന പ്രാർത്ഥനയെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇനി എത്ര പ്രസംഗിച്ചാലും എന്റെ തീരുമാനം മാറ്റില്ല. എനിക്കിനിയും പ്രസവിക്കാൻ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. പിന്നെ നിനക്ക് എന്ത് പറ്റും? രാവും പകലും ഈ പൈങ്കിളി സീരിയലും കണ്ടിരിക്കാനോ? എന്നാ നീ ടിവിന്റെ മുമ്പിൽ പണ്ടാറടങ്ങി. എനിക്ക് പോയി ഉറങ്ങണം. ആഹാ, എന്നിട്ട് ഒന്നും പറയണ്ട മീൻക. സത്താറിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, പെണ്ണ് കാണാൻ പോകുമ്പോ തന്നെക്കാൾ പേഴ്സണാലിറ്റി കുറഞ്ഞവരെ കൂടെ കൂട്ടണമെന്ന്. ഇതൊരുമാതിരി മമ്മൂട്ടിയും മാമുക്കയും പോയതുപോലെയായി. മാമുക്കയെ മനസ്സിലായി. ആരാ മമ്മൂട്ടി? ഓ, അങ്ങനെ. എന്നിട്ട് പെണ്ണിനെ കണ്ടോ? കണ്ടു. അതാ കുഴപ്പമായത്. എന്ത് കുഴപ്പം? പെണ്ണിനെ മമ്മൂട്ടിനെ മതിയെന്ന്. എന്നാ നിനക്കങ്ങ് സമ്മതിച്ചൂടായിരുന്നു? നല്ല കാര്യായി. ഞങ്ങൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട. സഫ്വാനെ പറ്റത്തോണ്ടാ. ഞാനാണെങ്കിലേ നിക്കാഹ് ഉറപ്പിച്ച വരികയായിരുന്നുള്ളൂ. അതുകൊണ്ടാ നിന്നെ കൂടെ കൂട്ടാഞ്ഞത്. നടന്നത് തന്നെ. അവരാദ്യം ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? എത്ര വരെ പഠിച്ചെന്ന്, എന്താ ജോലിയെന്ന്. ആ, അനുഭവിച്ചോ? വീട്ടിൽ നിന്ന് ടൈം ടേബിളിലാണെന്നും പ്രോഗ്രസ് കാർഡിലാണെന്നും പറഞ്ഞ് പൈസ വാങ്ങി സ്കൂളിൽ പോകാതെ സിനിമ കാണാനും ക്രിക്കറ്റ് കളി കാണാനും പോകുമ്പോൾ ഓർക്കണായിരുന്നു. അല്ല സത്താറെ, അടുത്ത പെണ്ണ് കാണലിന് എന്നെ കൂട്ടുവോ? അപ്പൊ അറിഞ്ഞില്ലേ, സത്താർ പെണ്ണ് കാണൽ പണി നിർത്തി. ഇവരിപ്പോ പുതിയ കൺസൾട്ടിംഗ് പരിപാടി തുടങ്ങി, ECG എന്ന് വെച്ചാൽ എൻഗേജ്മെന്റ് കൺസൾട്ടിംഗ് ഗ്രൂപ്പ്. ഇതൊരു പുതിയ ഐഡിയ ആണ്, നമ്മളെ സെഫ്വാന്റെ ഐഡിയ. അതെ, പുര നിറഞ്ഞു നിൽക്കുന്ന ആണുങ്ങളുടെ വീട്ടിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ വന്ന് ആണ് കാണും. 2 കൂട്ടർക്ക് ഇഷ്ടപ്പെട്ട കല്യാണം. രജിസ്ട്രേഷൻ ഫീ കേവലം 500 രൂപ മാത്രം. സർവീസ് ചാർജ് മഹറിന്റെ 10%. ഓരോ സിറ്റിംഗിനും വെറും 300 രൂപ മാത്രം. ഈ സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ പെണ്ണ് വന്ന് ആണിനെ കാണുക എന്നത് തന്നെ. സംഗതി ഓക്കെ, നടന്നാൽ കൊള്ളാം. നടന്നില്ലെങ്കിലും കൊള്ളും. എന്തുകൊണ്ട് നടക്കൂല? പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള അപൂർവ രാജ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ സുന്ദര കേരളം. പണ്ട് സൊസൈറ്റി ലേഡികൾ മാത്രം കൊണ്ടു നടന്നിരുന്ന കുടുംബാസൂത്രണം നാം ഒന്ന് നമുക്കൊന്ന് ഇന്ന് മലബാറിലെ മാപ്പിള പെണ്ണുങ്ങളും നടപ്പാക്കി തുടങ്ങിയില്ലേ? അപ്പൊ ആ ഒന്ന് ആരായിരിക്കും? ഒരു കുഞ്ഞായിരിക്കും. അല്ല, അതൊരു കുട്ടിയായിരിക്കും. കുഞ്ഞാണി കുട്ടിയായിരിക്കും. കാരണം കുഞ്ഞാഴ്ചമാരെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള വിദ്യ നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും എത്തിയില്ലേ? അപ്പോ ഇങ്ങനെ പെറ്റു വീഴുന്ന ആൺകുട്ടികൾക്ക് ഒരു ഇണ വേണ്ടേ? ഒരു തുണ വേണ്ടേ? ഒരു മണം വേണ്ടേ? അവിടെയാണ് എൻഗേജ്മെന്റ് കൺസൾട്ടിംഗ് ഗ്രൂപ്പിന്റെ പ്രസക്തി. അപൂർവമായി ജനിക്കുന്ന പെൺകുട്ടികൾക്ക് വിവാഹപ്രായമായാൽ അവരുടെ പേരുകൾ ECGയിൽ രജിസ്റ്റർ ചെയ്യുന്നു. ആൺ കാണുന്നു, അവരുടെ ഡിമാൻഡുകൾ പറയുന്നു. നിങ്ങൾ നന്നായി ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? അല്ല, ഇത് വർക്കൗട്ട് ആവണമെങ്കിൽ ഒരു 8-10 കൊല്ലമെങ്കിലും കഴിയണ്ടേ? അതാണ് പ്രശ്നം. അതുവരെ ഇപ്പോഴുള്ള പഴഞ്ചൻ വ്യവസ്ഥ തന്നെ തുടരേണ്ടി വരും. ആ, വെയിറ്റ് ചെയ്യാം. കമോൺ. വ്യവസ്ഥ മാറ്റാൻ ഇറങ്ങിയിരിക്കുന്നു. എന്തൊക്കെ ഇവർ കാട്ടിക്കൂട്ടി. ആദ്യമൊക്കെ 3-5 വലിച്ച് മാരുതി കാറിലായിരുന്നു യാത്ര. പിന്നെ നാടൻ സിഗരറ്റും വലിച്ച് ഓട്ടോറിക്ഷയിലായി. ഇപ്പം ബീഡിയും വലിച്ച് ബസ് യാത്രയും. അതുകൊണ്ട് നമുക്കെന്താ നഷ്ടം? മഹത്തായ ഒരു സംരംഭത്തിന് നാന്ദി കുറിച്ചില്ലേ? നീ ഓരോന്ന് പറഞ്ഞ് അവരെ തെങ്ങ് കയറ്റണ്ട. അല്ലാതെ അവരെന്ത് ചെയ്യാൻ? ഗൾഫിൽ പോയി എന്ന വലിയൊരു അബദ്ധം അവർ ചെയ്തു. ഒരു കടയിലെ സെയിൽസ്മാൻ ജോലി പോലും അവർക്കിനി കിട്ടില്ല. അവസാനം
ജീവിക്കാൻ വേണ്ടി ദല്ലാളിയാകാനും തയ്യാറാണെന്ന് പറഞ്ഞപ്പോഴാണ് പകുതി കാര്യമായും പകുതി തമാശയായും ഞാനിങ്ങനെ ഒരു ആശയം പറഞ്ഞത്. അവരത് കാര്യത്തിലെടുത്തു. അല്ലാതെ നാട്ടിലും വീട്ടിലും പരിഹാസ്യരായി അവരെത്ര കാലം ജീവിക്കും? സത്താരനാതായാലും പെണ്ണ് കിട്ടില്ല എന്ന് ഉറപ്പായി. അതിനവന് പെണ്ണ് മാത്രം പോരല്ലോ, പൊന്നും പണവും കാറും ഒക്കെ വേണ്ടേ? അല്ല, പെണ്ണിനെ പോറ്റാൻ പൊന്നും പണവും ചോദിക്കുന്നതിൽ എന്താ ഇത്ര പ്രശ്നം? എടാ, ഇസ്ലാമിൽ സ്ത്രീയാണ് ധനം. സ്ത്രീധനം എന്ന പദം തന്നെ നമ്മുടെ സംസ്കാരത്തിന് യോജിക്കുന്നതല്ല. മഹറാണ് നമ്മുടെ വ്യവസ്ഥ. അല്ല മീൻക, ഈ സ്ത്രീകൾ ആവശ്യപ്പെടുന്ന മഹർ പുരുഷന്മാർ എവിടുന്ന് എടുത്തു കൊടുക്കും? അത് മാത്രം പോരല്ലോ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെണ്ണിന്റെ ചെലവ് മുഴുവൻ വഹിക്കുന്നത് പുരുഷൻ തന്നെയല്ലേ? ഇതൊക്കെ എങ്ങനെ നടത്തും? അതുകൊണ്ടൊക്കെ തന്നെയാണ് കുടുംബസ്വത്തിൽ സ്ത്രീക്ക് ഒരു ഓഹരിയും പുരുഷന് 2 ഓഹരിയും ഇസ്ലാം വിധിച്ചത്. ഇതുപ്രകാരമൊക്കെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബസ്വത്തിൽ നിന്ന് വല്ലതും കിട്ടിയോ? എന്റെ അമ്മാവന് കിട്ടിയോ? ഇനി എനിക്ക് കിട്ടുവോ? അപ്പൊ നമ്മൾ എന്തു ചെയ്യും? നാം ആദ്യം തിരുത്തേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ആദ്യം ശരി കാണിച്ചു കൊടുക്കുക, എന്നിട്ട് തെറ്റിനെതിരെ പടപെടുക. അതാണ് ഇസ്ലാം. അങ്ങനെ മുത്തുനബി ആയിഷ ബീബി ഓടാൻ തീരുമാനിച്ചു. ഓട്ടത്തില് ആയിഷ ബീബി ജയിച്ച് മുത്തുനബി തോറ്റു കൊടുത്തതാ. അതപ്പ വരണ രണ്ടാളും നല്ല കഥയിലാണല്ലോ. ഇവനും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ വീട് ഒരു ഖബർസ്ഥാൻ ആവുമായിരുന്നു. മോനിരിക്കും. നീയും വല്ല കച്ചവടം മറ്റോ തുടങ്ങി ഇവിടെ തന്നെ കൂടിക്കോ. അത് തന്നെയാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല. ആ തീരുമാനം ഏതായാലും നന്നായി. അല്ലാതെ ആശകളൊക്കെ പൂർത്തിയാക്കി തിരിച്ചു വരാമെന്ന് വിചാരിച്ച ഒരിക്കലൊരു തിരിച്ചു വരവുണ്ടാവില്ല. 30 വർഷമാണ് ഞാൻ ഗൾഫിൽ ചെലവഴിച്ചത്. 2 വർഷം തികയാതെ ഒരിക്കലും എനിക്ക് ലീവിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. വന്നാലോ 2 മാസത്തിൽ കൂടുതൽ നാട്ടിൽ തങ്ങാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടില്ല. മുംതാസിന്റെ നിക്കാഹ് അവിടെ വെച്ചാ നടത്തിയത്. ആ പ്രാവശ്യം നേരത്തെ ലീവ് തരാമെന്ന് പറഞ്ഞാൽ കല്യാണവും നിശ്ചയിച്ചു. പക്ഷേ എനിക്ക് ലീവ് കിട്ടിയില്ല. ഈ മുറ്റത്ത് ആദ്യമായി ഒരു പന്തൽ ഉയർന്നപ്പോ, എന്റെ മുംതാസ് മോൾ ഒരു മണവാട്ടിയായി ഒരുങ്ങിയപ്പോ, ഈ വീട്ടിലേക്ക് ആദ്യമായി ഒരു പുതിയ അപ്പള കയറി വന്നപ്പോ ഞാൻ അർബാബിന്റെ വീട് വൃത്തിയാക്കുകയായിരുന്നു. അവസാനം എല്ലാം നേടിയെന്ന് കരുതി ഇങ്ങോട്ട് തിരിച്ചപ്പോ നഷ്ടപ്പെടാൻ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. യൗവനം, കുടുംബം, സ്നേഹിതർ എല്ലാം ആ മരുഭൂമി കവർന്നെടുത്തു. ഇല്ലെങ്കിലും വയസ്സായി ചൂളിന് പ്രഷറും ഷുഗറുമുള്ള ഈ ശരീരം ഇനി ആർക്ക് വേണം? ഉപ്പൂപ്പാക്ക് എന്റെ മോനുണ്ട്, ഇല്ല മോനെ? അല്ല, വിസ ക്യാൻസൽ ചെയ്തോ? ഇല്ല, 3 മാസത്തിനുള്ളിൽ തിരിച്ചു പോയില്ലെങ്കിൽ താനെ ക്യാൻസൽ ആയിക്കോളും. പിന്നെ ഞങ്ങള് കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്കാന്ന് കരുതുന്നുണ്ട്. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. നീ വന്നിട്ട് ഇതുവരെ സുമയ്യും മോനും അങ്ങോട്ടൊന്നും പോന്നിട്ടില്ലല്ലോ. എന്നാ പിന്നെ ഞങ്ങള് നാളെ തന്നെ പോയാലോ? പിന്നെ നാളെ നമുക്ക് വീട്ടിൽ പോണം. ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരൂ. അതുകൊണ്ട് നിന്റെ മോന്റെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചോ. അപ്പോ ഇവിടെ ഉപ്പാന്റെ കാര്യങ്ങൾ നോക്കാനാരാ? ഉപ്പാക്ക് ഇപ്പൊ നല്ല മാറ്റം ഉണ്ടല്ലോ. വേണമെങ്കിൽ ഉമ്മയും മുംതാസും ഇവിടെ വന്ന് നിൽക്കട്ടെ. അതെ, നമുക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരാം. വേണമെങ്കിൽ അടുത്ത ആഴ്ചയും പോവാ. രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരാൻ നീ ആരാ, കലക്ടറോ? നീ എന്താ വരാത്തതെന്ന് ചോദിക്കുന്നവരോടൊക്കെ ഓരോരോ നുണകൾ പറഞ്ഞെനിക്ക് മടുത്തു. വടക്കൻ മലബാറിലെ മാപ്പിള പെണ്ണുങ്ങൾക്ക് കിട്ടിയ ഒരു സൗഭാഗ്യ ഭർത്താവിനെയും കൂട്ടി സ്വന്തം വീട്ടിൽ നിൽക്കാനുള്ള സൗകര്യം. അതിനർത്ഥം എന്നും അങ്ങനെ തന്നെ വേണമെന്നല്ല. ഭർത്താവിന്റെ വീടാണ് ഭാര്യയുടെ വീട്. എന്താ നിനക്ക് അവിടെ ഒരു പ്രശ്നം? അവിടെ നല്ലൊരു TV ഉണ്ടോ? കേബിൾ കണക്ഷൻ ഉണ്ടോ? അതിന് അവിടെ ദൂരദർശനില്ലേ? പിന്നെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ കുറെ ആളുകളുണ്ട്. ആളുകൾ ഉണ്ടായിട്ട് എന്താ? നല്ലതെന്തെങ്കിലും സംസാരിക്കാനുണ്ടായിരുന്ന ഹസീന, അവളാണെങ്കിൽ സൗദിയിലും പോയി. പിന്നെ 2 നാത്തൂമാരുണ്ട്. കഴിഞ്ഞ വലിയ പെരുന്നാൾ ഞാനവിടെ വന്നപ്പം ജമീലാത്ത് എന്താ ചോദിച്ചെന്നറിയോ? നിന്റെ ഉപ്പാക്ക വീട് മാത്രമേ വേറെ തോട്ടങ്ങളൊന്നും ഇല്ലേന്ന്. നീ ഇങ്ങനെ കൂട്ടിലിട്ട കിളിയെ പോലെ വളർന്നുകൊണ്ടാ നിനക്കിതൊക്കെ വലിയ പ്രശ്നമായി തോന്നുന്നത്. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാ.
ഇത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തു വിടണം. അതാ വേണ്ടത്. നീ ഇനി ഇങ്ങനെ കടന്നിൽ കുത്തിയ മുഖമായിട്ട് നിൽക്കണ്ട. എന്തൊക്കെയായാലും നമ്മൾ നാളെ പോകുന്നു. 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരൂ. ഞാൻ വരില്ല. 1 മാസം പോയിട്ട് 1 ദിവസം പോലും ഞാൻ അവിടെ നിൽക്കൂല. ഇപ്പൊ തീർത്ത് പറയണം. എന്റെ കൂടെ വരാൻ നീ തയ്യാറല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാം. വല്ല വാടക വീടോ മറ്റോ. എടിയും, നീ വിചാരിക്കുന്നത് പോലെ എന്റെ വീട്ടുകാർക്ക് നിന്നോട് ഒരു ദേഷ്യമല്ല. ഞാൻ കേൾക്കുന്നതല്ലേ. നിന്നെ പറ്റി അവരൊക്കെ നല്ലതേ പറയാറുള്ളൂ. ആര്? നസീമയോ ജമീലാത്തയോ? കിട്ടോ ഓർക്കും. അവളിപ്പോഴും TV സീരിയലുകളുടെ മായാലോകത്ത്. അവൾക്ക് ആരെയും വിശ്വാസമില്ല, ആരോട് സ്നേഹമില്ല. സീരിയലിൽ കാണുന്നതാ ജീവിതമെന്ന അവളുടെ ധാരണ. എന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞപ്പോ എന്റെ പെങ്ങന്മാരെയൊന്നും കണ്ടുകൂടാ. ദേഷ്യം കയറിയപ്പോ അറിയാതെ ഞാനൊരടിയും കൊടുത്തു. പോട്ടെ. അല്ല, ഇന്ന് രാത്രി നീ നിന്റെ വീട്ടിലേക്കോ അതോ ഭാര്യ വീട്ടിലേക്കോ? എന്റെ വീട്ടിൽ ഞാൻ ഒറ്റക്കുറങ്ങേ. നന്നായി. ഉപ്പാക്കത് വിഷമാവും. മാത്രമല്ല, പെങ്ങന്മാർക്ക് പറഞ്ഞു ചിരിക്കാൻ പുതിയൊരു കഥയും ആവും. അവളെ ഞാൻ അടിച്ചു എന്നുള്ളത് പറഞ്ഞ് അവളെ എന്നെ അടിച്ചു എന്നാവും. പെങ്ങന്മാരുടെയും ഭാര്യയുടെയും ഇടയിൽ നാടകം കളിക്കാടോ. പോട്ടടോ, എല്ലാ ഗൾഫുകാരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാ. 1-2 വർഷം കൂടുമ്പോൾ കിട്ടുന്ന 30-40 ദിവസം. നിങ്ങൾക്കിവിടെ ജീവിക്കാൻ സമയം. ഭാര്യയൊന്ന് ശാസിക്കാനോ മക്കളെ ഒന്ന് ഉപദേശിക്കാനോ പറ്റുമോ? ജീവിതം എന്ന് പറഞ്ഞാൽ നിഡോട്ടിന്നോ കിറ്റ്കാറ്റോ റാഡോ വാച്ചോ ഒന്നും അല്ലടോ. അത് കൊണ്ടും കൊടുത്തും തീർക്കേണ്ടതാ. പങ്ക് കച്ചവട. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് എന്റെ കൂടെ വാ. നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് സുമയ്യന്റെ അടുത്ത് പോയിക്കോ. അതിന് ഞാൻ പിണങ്ങി വന്നതൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ആരോടാ പിണങ്ങുന്നത്? എന്റെ മോന്റെ ഉമ്മയോട്. അവളൊരു പാവാട. പിന്നെ പ്രായത്തിനനുസരിച്ചുള്ള പക്വതയില്ല. അതവള് വളർന്ന സാഹചര്യത്തിന്റെ കുഴപ്പമാണ്. ഉപ്പയാണെങ്കിൽ ദുന്യാവില്ലാതെ ആഹാരം മാത്രം. ഉമ്മ നേരെ തിരിച്ചു. അതിനിടയിൽ എങ്ങനെയോ 2 മക്കൾ. അതാണെങ്കിൽ രണ്ടും 2 തരത്തിൽ. എന്റെ മാത്രമല്ല, മിക്ക ഗൾഫുകാരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാ ഇനി ആ മരുഭൂമിയിലേക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചത്. നീ പറഞ്ഞ പോലെ ഒരുമിച്ച് കഴിയുമ്പോഴേ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇന്ന് നേരത്തെ പോവുക. അല്ലെങ്കിൽ അവളിന്ന് ഉറങ്ങില്ല. എനിക്കറിയാം അവളെ. അടിക്കണമെന്ന് വിചാരിച്ച് കൈപൊക്കിയതല്ല. പക്ഷേ എനിക്ക് ചെന്ന് മാപ്പ് പറയണം അവളോട്. മോനെന്തിനാ കരയണേ? കരയണ്ട കേട്ടോ. കണ്ണൊക്കെ തുറക്ക. എന്താ സുമി, ഞാൻ ചെയ്ത തെറ്റിന് നമ്മുടെ മോനെ എന്തിനാ നീ കരയിക്കുന്നത്? സാരമില്ല, ഞാൻ നിന്നെ വേദനിപ്പിക്കണമെന്ന് കരുതി അടിച്ചതല്ല.
ഇപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് സോറിടാ. വേണമെങ്കിതാ നീ എന്നെ അടിച്ചോ. സുമി, നീ എന്തെങ്കിലും ഒന്ന് പറയടോ. മോനെ ഉമ്മ. തുള്ളി തുള്ളി കൊഞ്ചുന്ന തിരയില്ലാതെ തീരത്തിൻ കാവ്യത്തിനെന്തു താളം. തുള്ളി തുള്ളി കൊഞ്ചുന്ന തിരയില്ലാതെ തീരത്തിൻ കാവ്യത്തിനെന്തു താളം. നീയും ഞാനും ഒന്നായിരുന്ന നമ്മുടെ പൂമരം പൂക്കാറില്ലേ, നമ്മുടെ പൂമരം പൂക്കാറില്ലേ. പാതിമയങ്ങിയ പാൽനിലാവിൻ ചാരെ പ്രിയനെ തിരയുന്ന പാതിര പക്ഷി. ചിരിക്കുന്ന താരങ്ങളില്ലാതെ മേഘത്തിൻ മാനത്തിനെന്തു ഭംഗി. മിന്നി മിന്നി ചിരിക്കുന്ന താരങ്ങളില്ലാതെ മേഘത്തിൻ മാനത്തിനെന്തു ഭംഗി. കുഞ്ഞുവാവകൾ കൂട്ടിലണഞ്ഞാൽ നമ്മുടെ വീടെന്നും സ്വർഗമല്ലേ, നമ്മുടെ വീടെന്നും സ്വർഗമല്ലേ. പാതിമയങ്ങിയ പാൽനിലാവിൻ ചാരെ പ്രിയനെ തിരയുന്ന പാതിര പക്ഷി. കലപില കൂട്ടുന്ന കാറ്റില്ലാതെ കുയിലിൻ്റെ പാട്ടിന് എന്ത് ശ്രുതി. കലപില കൂട്ടുന്ന കാറ്റില്ലാതെ കുയിലിൻ്റെ പാട്ടിന് എന്ത് ശ്രുതി. നീയില്ലാതെ നിറങ്ങളില്ലാതെ നമ്മുടെ വീടൊരു നരകമല്ലേ, നമ്മുടെ വീടൊരു നരകമല്ലേ. പാതിമയങ്ങിയ പാൽനിലാവിൻ ചാരെ പ്രിയനെ തിരയുന്ന പാതിര പക്ഷി. അങ്ങ് സൗദി പോയാ നിന്റെ മനസ്സിന് സമാധാനം കിട്ടുമോ? സ്വന്തം മകള് നഷ്ടപ്പെട്ട ദുഃഖമല്ല, നിന്റെയും സോനുമോന്റെയും സങ്കടമാണ് എന്നെ തളർത്തിയത്. നീ എന്റെ മരുമകനല്ല, മകനാ. നീയും മോനും ഇവിടെ ഇല്ലാതായ ഒരുപക്ഷെ മൂന്നാമതൊരു അറ്റാക്ക് വന്നിട്ടായിരിക്കില്ല ഈ വയസ്സിന്റെ മരണം. ഇവിടെ ഒരു പ്രാന്തനം പോലെ അലഞ്ഞായിരിക്കും. അവൻ പറയുന്നതിലും കാര്യമുണ്ട്. അവിടെ ആവുമ്പോ
ജോലിക്കിടയിൽ അവൻ ക്രമേണ എല്ലാം മറന്നോളും. പിന്നെ ഹസീനയും പുതിയാപ്പിളയും അവിടെ ഉണ്ടല്ലോ, അവർക്കാണെങ്കിൽ 2 പെൺകുട്ടികൾ മാത്രം. മോന് അവർക്കൊരു കൂട്ടാവുകയും ചെയ്യും. ഏതായാലും നിങ്ങൾ 2 പേരും ചേർന്ന് തീരുമാനിക്കേ. എന്നാ മോന് ഇവിടെ നിന്നോട്ടെ, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എന്തിന്? മറ്റൊരു സുമയായി വളർത്താനോ? അതല്ലടാ, അവൻ ചെറുതല്ലേ. ഒരു പുതിയ സ്ഥലത്തൊക്കെ മാറി താമസിക്കാന്ന് വെച്ചാല് അതിനു മാത്രം പ്രായമൊന്നും അവനായില്ലല്ലോ. തൽക്കാലം അവൻ ഇവിടെ നിൽക്കട്ടെ. ഇവിടെ ആരുടെ കൂടെ? മരണം കാത്തു കിടക്കുന്ന ഇയാളുടെ കൂടെ. മോനെ, ഞാൻ തീരുമാനിച്ചു. ആരോടും ചോദിക്കാതെ എന്റെ അർബാബനെ വിളിച്ച് പറയുകയും ചെയ്തു. ഇതുവരെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളൊക്കെ തന്നെയല്ലേ തീരുമാനിച്ചിരുന്നത്. ഇനി അത് വേണ്ട. അല്ലെങ്കിൽ സ്വന്തമായൊരു തീരുമാനമില്ലാത്ത എന്റെ കൂടെ ജീവിക്കുന്നതിൽ നല്ലത് മരണമാണെന്ന് സുമയ്യ കരുതിയതുപോലെ എന്റെ മോനും കരുതി. അർബാബ് ഇന്നലെ വിളിച്ചിരുന്നു. കൂടി വന്നാൽ ഒരാഴ്ച. ആരോടും ഒരു യാത്ര പറയലും ഇല്ലാതെ ഞങ്ങൾ പോകും. ആയിക്കോട്ടെ, അതുവരെ മോൻ എന്റെ കൂടെ നിന്നോട്ടെ. വേണ്ട, അത് ശരിയാവില്ല. മോൻ വാ. ഉപ്പ പറയുന്നത് കേൾക്ക്. ടിക്കറ്റും വിസയും ശരിയാവുന്നത് വരെ മോൻ ഇവിടെ നിൽക്കട്ടെ. എന്നാ ഞങ്ങൾ ഉപ്പാന്റെ കൂടെ വിമാനത്തിൽ കയറി പോകണം കേട്ടോ. എന്നിട്ട് നല്ല മോനായി പഠിച്ച് വലിയ ആളായി തിരിച്ചു വരുമ്പോ ഉപ്പാപ്പ അവിടെ ഹൈദ്രോസ് പള്ളി ഖബർസ്ഥാനിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. മോന് അവിടെ വന്ന് ഉപ്പുപ്പാനെ ഇങ്ങനെ സല്യൂട്ട് ചെയ്യണം കേട്ടോ. എങ്ങനെ? ഇപ്പൊ തന്നെ വൈകി. ഇനിയും വൈകിയ ഫ്ലൈറ്റ് മിസ്സാവും. മോനെ, ഉമ്മക്കൊരു ഉമ്മ കൊടുത്ത. വേണ്ട, വാ മോൻ വാ. വാ. എന്നെ കൊണ്ടുപോയില്ലെന്ന് വണ്ടിയൊന്ന് നിർത്ത്. എന്തേ ഇനി ലേറ്റ് ആയാലേ സമയത്തിന് എയർപോർട്ടിൽ എത്താൻ പറ്റില്ല. ബാല, വണ്ടി തിരിച്ചു വിളി. എങ്ങോട്ട്? ഇത്രയൊക്കെ എനിക്ക് ക്രൂരനാകാൻ പറ്റൂ. മോനെ അവന്റെ ഉപ്പാപ്പനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു.
എണീക്ക്. ഉപ്പ, ഉപ്പ.